നമസ്കാരം. സ്റ്റീവൻ ചാപ്മാന്റെ എടുത്തുചാട്ടം നടാഷയെ ശരിക്കും വല്ലാതങ്ങ് അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമ്പരപ്പിനേക്കാൾ ഉപരി അവളുടെ മുഖത്ത് ഇപ്പൊ ദേഷ്യമാണുള്ളത്. നടാഷ ദേഷ്യത്തോടുകൂടി സ്റ്റീവൻ ചാപ്മാനോട് ചോദിച്ചു, ഏയ് സ്റ്റീഫൻ, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാവോ? മിസ് ഹാർമൺ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞാൻ ശരിക്കും കോൺഫിഡന്റ് ആണ്. ഇവരാരും എന്റെ മുന്നിൽ ഒന്നുമല്ല. സ്റ്റീഫൻ, നീ തോറ്റ എന്താ സംഭവിക്കുന്നത് അറിയാവോ? മിസ് ഹാർമൺ, ഞാൻ പറഞ്ഞല്ലോ, തോക്കില്ല. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, ഇവരെയൊക്കെ ഞാൻ ഈസിയായി തോപ്പിക്കും. സ്റ്റീവൻ ചാപ്മാന്റെ ആ വാചകം സ്വാഭാവികമായിട്ടും നടാഷയെ ഒന്ന് സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അവളുടെ കൺഫ്യൂഷൻ കണ്ടതും എഡ്വിൻ ഹമർ നടാഷയോട് ചോദിച്ചു, നടാഷ, എന്ത് തീരുമാനിച്ചു? നിന്റെ മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നീ നിന്റെ സ്വത്തിന്റെ പകുതിയും സിൻഡറിലെ ബിസിനസ്സും ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ നീ ഫൈറ്റിന് തയ്യാറാകുക. എഡ്വിൻ ഹമർ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതും നടാഷ എഡ്വിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് റൂത്തിനെ ഇവിടെ കിട്ടണം. അതിനെന്താ, ഞങ്ങൾക്ക് റൂത്തിനോട് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് എഡ്വിൻ കൈ ഉയർത്തി പുറകെ നിൽക്കുന്ന ആളുകളോട് ഒരു ആക്ഷൻ കാണിച്ചു. അകത്ത് നിൽക്കുന്ന റൂത്തിനെ കൊണ്ടുവരാനുള്ള ഒരു ആക്ഷനാണ് എഡ്വിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അല്പസമയം കഴിഞ്ഞതും റൂത്തിനെ ആ ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് അവിടെ കൊണ്ടുവന്നു. അവളുടെ കൈകൾ കെട്ടിയിരിക്കുകയാണ്. റൂത്തിനെ കണ്ടതും നടാഷ ഓടി റൂത്തിനടുത്തെത്തി നടാഷ അപ്പോൾ തന്നെ റൂത്തിന്റെ കൈകളിലെ കെട്ടുകൾ അഴിച്ചു. റൂത്ത് നടാഷയെ കണ്ടതും ശരിക്കും കരഞ്ഞു തുടങ്ങിയാണ്. ചേച്ചി, സത്യമായിട്ട് ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. സാധാരണ രീതിയിൽ റൂത്ത് ഹാർമൺ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകളുമായി അടിയുണ്ടാക്കിയാണ്. റൂത്ത് അങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പലപ്പോഴും റൂത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായി ഹാർമൺ കുടുംബം, പ്രത്യേകിച്ച് നടാഷ, ആളുകളെ അയക്കാറുണ്ട്. ഇപ്പോൾ ആ ആളുകളുടെ കണ്ണു വെട്ടിച്ചാണ് റൂത്ത് ഒരു പാർട്ടി പങ്കെടുത്തത്. ആ പാർട്ടിയിൽ നിന്നാണ് റൂത്തിനെ എഡ്വിൻ ഹമർ പൊക്കിയിരിക്കുന്നത്. റൂത്ത് തന്റെ നിസ്സഹായ അവസ്ഥ നടാഷയോട് പറഞ്ഞതും നടാഷ റൂത്തിനോട് പറഞ്ഞു, സാരമില്ല. അങ്ങനെ പറഞ്ഞിട്ട് റൂത്തിനെ നടാഷ അവരുടെ കൂട്ടത്തിലേക്ക് മാറ്റി നിർത്തി. പെട്ടെന്ന് തന്നെ ഫൈറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. എഗ്രിമെന്റ് പേപ്പറുകൾ വന്നു. ആ എഗ്രിമെന്റ് പേപ്പറിൽ എഡ്വിൻ ഹമറും അതുപോലെ നടാഷ ഹാർമണും സൈൻ ചെയ്തു. 3 റൗണ്ടാണ് ഫൈറ്റ്. ബെസ്റ്റ് ഓഫ് 3 ആണ്. എന്ന് പറഞ്ഞാൽ 2 റൗണ്ടിലെങ്കിലും വിജയിക്കണം. നടാഷ ഹാർമണെ പ്രതിനിധീകരിച്ച് സ്റ്റീവൻ ചാപ്മാൻ റിംഗിലേക്ക് കയറി. എഡ്വിൻ ഹമറിന്റെ ആ പൂന്തോട്ടത്തിന്റെ സമീപത്തായി വിശാലമായ ഒരു റിംഗ് ഒരുക്കിയിട്ടുണ്ട്. മണ്ണിൽ നിർമ്മിച്ചിരിക്കുന്ന റിംഗാണ്. അവിടെ സ്ഥിരമായി ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ആ റിംഗ് കാണുന്ന ഏവർക്ക് മനസ്സിലാവും. എഡ്വിൻ ഹമർക്ക് ഒരു സേന തന്നെ ഉണ്ട്. ആ സേനയുടെ പരിശീലനം നടക്കുന്ന ഒരു വെന്യൂ കൂടിയാണ് അതെന്ന് ആർക്കും മനസ്സിലാക്കുന്ന ശൈലിയിലുള്ള ചില തെളിവുകളൊക്കെ അവിടെ ഉണ്ട്. അവിടേക്കാണ് സാക്ഷാൽ സ്റ്റീവൻ ചാപ്മാൻ ഇപ്പോ കയറി നിൽക്കുന്നത്. ആ റിംഗിലേക്ക് കയറിയ സ്റ്റീവൻ ചാപ്മാൻ അവിടെ നിൽക്കുന്ന ആളുകളേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. നോക്കേ, ശരിക്കും നന്നായിട്ടൊന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളുകളായി. എന്നെ നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. വളരെ ആത്മവിശ്വാസത്തോടു കൂടി സ്റ്റീവൻ ചാപ്മാൻ അത് പറഞ്ഞപ്പോ റൂത്തിന് ശരിക്കും സന്തോഷം വരികയാണ്. ആ, സ്റ്റീവൻ ഇന്ന് ഒരു കലക്ക് കലക്കും. അങ്ങനെ റൂത്ത് ഹാർമൺ പറയുമ്പോൾ എഡ്വിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ആ റിംഗിലേക്ക് കയറി. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളൊരു ഭീകരനാണ്. നല്ല വണ്ണവും പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആ റിംഗിലേക്ക് കയറി വന്നത്. നല്ലൊരു ഫൈറ്ററാണെന്ന് ഒറ്റനോട്ടത്തിൽ വ്യക്തമാണ്. അയാളുടെ പുറത്ത് കരുവാളിച്ച പാടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. വെയിലടിച്ച് കറുത്തിരിക്കുന്ന പാടുകളാണ്. സ്റ്റീവൻ ചാപ്മാനേക്കാൾ പൊക്കവും വണ്ണവുമുള്ള ആ കക്ഷി ആ റിംഗിലേക്ക് കടന്നപ്പോ സ്വാഭാവികമായിട്ടും സ്റ്റീവന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തടിയുള്ള, നല്ല കരുത്തുള്ള ഒരു നല്ല ഫൈറ്ററെയാണ് എഡ്വിൻ ഫസ്റ്റ് റൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നത്. രണ്ടുപേരും റിംഗിൽ മുഖാമുഖം വന്നതും സ്റ്റീവൻ അയാളോട് പറഞ്ഞു, ഹേയ്, ഞാൻ നിനക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാം. ആദ്യത്തെ ഹിറ്റ് നീ തന്നെ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ ആദ്യം അറ്റാക്ക് ചെയ്യില്ല, ഡിഫെൻഡ് ചെയ്യേ ഉള്ളൂ. സ്റ്റീവനോട് കൂടുതൽ നേരം സംസാരിച്ചിരിക്കാൻ താല്പര്യമില്ല എന്ന ശൈലിയിൽ അത് കേട്ടതും ആ പൊക്കമുള്ള മനുഷ്യൻ മുന്നോട്ട് കുതിച്ചു. അയാള് ഓരോ സ്റ്റെപ്പ് തറയിൽ വെക്കുമ്പോഴും തറയിൽ നിന്ന് പൊടി ഇളകുന്നുണ്ട്. അതിശക്തനാണ് ആ ഫൈറ്റർ എന്ന് ആ പൊടിയിളക്കം വിളിച്ചു പറയുകയാണ്. എന്താണ് സംഭവിക്കുന്ന അറിയാൻ ആളുകളൊക്കെ ആ റിംഗിലേക്ക് നോക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ സ്റ്റീഫന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അടുത്ത് എത്തി ആ നിമിഷത്ത് തന്നെ അയാൾ ഒന്ന് ചാടി ഉയർന്ന ഒരു അറ്റ ചവിട്ട് സ്റ്റീഫന്റെ നെഞ്ച് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ മനുഷ്യൻ ആഞ്ഞു ചവിട്ടിയത്. സ്റ്റീവൻ ചാപ്മാൻ ആ ചവിട്ട് അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്.
ആ മനുഷ്യൻ ചാടി ഉയർന്ന് സ്റ്റീവൻ ചാപ്മാന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്ന ആ നിമിഷത്തിന് സ്റ്റീവൻ ഒന്ന് മാറി അതിശക്തമായി വലത് കൈയുടെ ഒരൊറ്റ പഞ്ച്. ആ പഞ്ച് ആ മനുഷ്യനെ താടി ലക്ഷ്യമാക്കിയായിരുന്നു. അതിന് ഫലമുണ്ടായി. ആകാശത്തേക്ക് ചാടി ഉയർന്ന് സ്റ്റീവനെ ചവിട്ടിയ ആ മനുഷ്യന്റെ മുഖത്തേക്കാണ് ആ ഇടിയേറ്റിരിക്കുന്നത്, കൃത്യം താടിയിൽ. ആ താടിയിലേറ്റ ഇടി അയാളെ ഒന്ന് പൊക്കി തറയിൽ നിന്ന്. ശരിക്കും ആകാശത്തേക്ക് അയാൾ ഉയരുകയായിരുന്നു. ഉയർന്നു പൊങ്ങിയ അയാൾ എഡ്വിനെയും കൂട്ടരെ അമ്പരപ്പിച്ചുകൊണ്ട് മലർന്ന് ആ റിങ്ങിന് പുറത്തേക്ക് വന്ന് വീണു. പുറത്തു നിൽക്കുകയായിരുന്ന ഒരു വലിയ തൂണിലിടിച്ച് അയാൾ വീണത്. അയാൾ താഴേക്ക് വീണ ആ നിമിഷത്ത് തന്നെ സ്റ്റീവൻ അയാളുടെ അടുത്തെത്തുകയും ചെയ്തു. തൂണിലിടിച്ച് താഴേക്ക് വീഴുകയായിരുന്ന ആ ചെറുപ്പക്കാരന്റെ തല നോക്കി സ്റ്റീവൻ കാലുമടക്കി ഒരു ഒറ്റ കിക്ക്. തുടർച്ചയായി ഇടതുകാലും വലതുകാലും ഉപയോഗിച്ച് സ്റ്റീവൻ 2 കിക്ക് കൂടി അയാളുടെ പുറത്ത് നടത്തി. ഈ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ വായിന്ന് കുടം കണക്കിന് രക്തം പുറത്തേക്ക് വന്നു. ശരിക്കും ദയനീയമായ ഒരു പരാജയമാണ് എഡ്വിൻ ഹമറിന് ലഭിച്ചിരിക്കുന്നത്. എഡ്വിൻ ഹമറിന്റെ പോരാളിയും സ്റ്റീവൻ ചാപ്മാനുമായിട്ടുള്ള യുദ്ധം, ഫൈറ്റ് ശരിക്കും കുറച്ചു നേരം ഉണ്ടാകുമെന്നാണ് സകല ആളുകളും കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി സെക്കൻഡുകൾ കൊണ്ട് ആ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. വിജയശ്രീലാളിതനായി സ്റ്റീവൻ പിന്നെയും റിങ്ങിലേക്ക് വന്നു. ശരിക്കും ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും നാഷണൽ ടീമിനുണ്ടായി. റൂത്ത് ശരിക്കും ആവേശത്തിലാണ്. റൂത്തിനൊപ്പമുള്ള ആളുകളും ആവേശപൂർവ്വം പറയുകയാണ്, സ്റ്റീവൻ നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും നന്നായി. സ്റ്റീവൻ ചാപ്മാനെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന എഡ്വിൻ നടാഷയോട് പറഞ്ഞു, അത് ശരി, നിന്റെ കൂടെ ശക്തരായ ആളുകൾ ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ നടാഷ കാര്യങ്ങൾ. എഡ്വിൻ ഹമർ അങ്ങനെ പറഞ്ഞപ്പോ നടാഷ ഒന്ന് ചിരിച്ചു. നടാഷയുടെ വിജയത്തെ അനുമോദിച്ചുകൊണ്ടുള്ള എഡ്വിൻ ഹമറിന്റെ സംഭാഷണമാണല്ലോ സ്വാഭാവികമായി അവിടെ ഉണ്ടായിരിക്കുന്നത്. നടാഷ ഒന്ന് ചിരിച്ചതും എഡ്വിനും ചിരിച്ചു. എഡ്വിൻ ചിരിച്ചുകൊണ്ട് അയാളുടെ വലതുവശത്ത് നിൽക്കുന്ന ആളെ ഒന്ന് നോക്കി. അത് സാക്ഷാൽ ലാസൺ ആണ്, ലാസൺ ഫ്ലെച്ചർ. ലോസൺ ഫ്ലെച്ചറിന്റെ നേരെ എഡ്വിന്റെ കണ്ണുകൾ പതിഞ്ഞതും ലോസൺ സാവധാനം ആ റിങ്ങിന് നേരെ നടന്നു വന്നു. വളരെ സാവധാനമാണ് ലോസൺ നടക്കുന്നത്. സാവധാനം ആ റിങ്ങിന് നേരെ നടന്നു വരുന്ന ലോസനെ കണ്ടതും റിങ്ങിൽ നിൽക്കുന്ന സ്റ്റീവൻ ചാപ്മാൻ ഉറക്കെ പറഞ്ഞു, ഏയ് വയസ്സ, എന്നോട് ഫൈറ്റ് ചെയ്യാനാണോ വരുന്നത്? നോക്കേ, മോശമാണ് ഈ പ്രായത്തിലേക്ക് ഒരു ഫൈറ്റിനൊക്കെ ഇറങ്ങുന്നത്. സ്റ്റീവൻ ചാപ്മാൻ കളിയാക്കി ലാസൺ ഫ്ലെച്ചറോട് അങ്ങനെ സംസാരിക്കുമ്പോൾ ലാസൺ അതൊന്നും ശ്രദ്ധിക്കാതെ പതുക്കെ പതുക്കെ നടന്ന് റിങ്ങിലേക്ക് കയറി. അയാൾ റിങ്ങിൽ വന്നു. നടാഷയുടെ കൂടെയുള്ള സ്റ്റീവൻ ചാപ്മാന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ബോഡി ഗാർഡുകളൊക്കെ ആ കാഴ്ച കണ്ട് കൗതുകപൂർവ്വം ആ മനുഷ്യനെ നോക്കുകയാണ്. ഒരു മധ്യവയസ്കനാണ് ഇപ്പോ ആ റിങ്ങിൽ നിൽക്കുന്നത്. മുടിയൊക്കെ നരച്ചിട്ടുണ്ട്, ഒരു നരച്ച താടിയുമുണ്ട്. ഒരു 50-55 വയസ്സ് പ്രായം വരും. അയാൾ റിങ്ങിലേക്ക് കയറിയതും സ്റ്റീവൻ അയാളോട് പറഞ്ഞു, ഹേയ്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കട്ടെ. ഈ അവസ്ഥയിൽ, ഈ പ്രായത്തിൽ ഒരു ഫൈറ്റിനൊക്കെ ഇറങ്ങുന്നത് നല്ലതല്ല കേട്ടോ. സ്റ്റീവൻ ശരിക്കും ഒരു നല്ല ഉപദേശം ആ മനുഷ്യന് കൊടുക്കുന്നതാണ്. അത് കേട്ടപ്പോ ലാസൺ ശബ്ദമില്ലാതൊന്ന് ചിരിച്ചു. ചിരിച്ചതിന് ശേഷം ലാസൺ കാല് ഒന്ന് തറയിൽ ചവിട്ടി. ലാസന്റെ വലത് കാല് തറയിൽ ആഞ്ഞ് ചവിട്ടിയതും തറയിൽ നിന്ന് പൊടിപടലങ്ങൾ ആകാശത്ത് ഉയർന്നു ഒരേ നിമിഷത്തിലാണ്. ശരിക്കും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ റിങ്ങിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് മുകളിലേക്ക് ഉയർന്നു. മുകളിലേക്ക് ഉയർന്ന ആ മണ്ണിനിടയിലൂടെ ലാസൺ മുന്നോട്ട് കുതിക്കുന്നത് കൃത്യമായി എല്ലാവർക്കും കാണാം. ലാസൺ മുന്നോട്ട് കുതിക്കുന്ന കണ്ടതും സ്റ്റീവൻ ചാപ്മാൻ മുന്നോട്ട് കുതിച്ചു. സ്വാഭാവികമായിട്ടും ആ റിങ്ങിൽ അതിൻ്റെതായ ഒരു പ്രകമ്പനം ഉണ്ടായി. ആ ഭാഗത്തു നിന്നും പൊടിപടലങ്ങൾ മുകളിലേക്ക് ഉയർന്നു തുടങ്ങി. ആ പൊടിപടലങ്ങളിലേക്ക് നോക്കുന്ന ആൾക്കൂട്ടത്തിന് ആകെ അനുഭവപ്പെട്ടത് ഒരു ശബ്ദമാണ്. ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദം ആ പൊടിയുടെ ഭാഗത്തു നിന്ന് അവർ കേട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് അടങ്ങി. പൊടി അടങ്ങിയപ്പോൾ ഒരാൾ മാത്രം ആ റിങ്ങിലുണ്ട്. അത് സാക്ഷാൽ ലാസൺ ഫ്ലെച്ചറാണ്. ലാസൺ ഫ്ലെച്ചർ റിങ്ങിൽ കൂളായിട്ട് നിൽക്കുകയാണ്. അയാളുടെ മുഖത്തോ ദേഹത്തോ ഒരു പോറൽ പോലുമില്ല. അയാളുടെ തലമുടി പോലും ഒന്ന് അനങ്ങിയിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ആ റിങ്ങിന്റെ അറ്റത്ത് ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അത് സാക്ഷാൽ സ്റ്റീവൻ ചാപ്മാനാണ്. സ്റ്റീവൻ ചാപ്മാന്റെ മൂക്കിലൂടെയും വായിലൂടെയും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ശക്തമായൊരു പഞ്ചിൽ സ്റ്റീവൻ ചാപ്മാൻ വീണുപോയതാണ്. വീണ് കിടക്കുന്ന സ്റ്റീവന്റെ മുഖത്ത് ശരിക്കും അതിശയമാണ്, അമ്പരപ്പാണ്. അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ സ്റ്റീവൻ റിങ്ങി നിൽക്കുന്ന ആളോട് ചോദിച്ചു, സർ, നിങ്ങൾ ആരാണ്? നേരത്തെ ഒരു ബഹുമാനമില്ലാതെയാണ് ലാസറോട് ചാപ്മാൻ സംസാരിച്ചത്. ഇപ്പൊ ഇതാ ചാപ്മാൻ വളരെ ബഹുമാനപൂർവ്വം ലാസറോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾ? അത് കേട്ടതും ലാസൺ ചാപ്മാനോട് പറഞ്ഞു, എന്നെ ആളുകൾ വിളിക്കുക ഫ്ലെച്ചർ എന്നാണ്.
ഫ്ലച്ചർ ക്രിക്ക്. ഫ്ലച്ചർ ക്രിക്ക് എന്ന വാക്ക് കേട്ടതും ചാപ്മാൻ ഒന്ന് കിടുങ്ങി. ക്രിക്ക് എന്നുള്ളത് സ്വിൻഡനിൽ എല്ലാവരും അറിയുന്ന ഒരു മാർഷൽ ആർട്സ് ടീമാണ്. ആ ടീമിന്റെ ഏറ്റവും ശക്തനായ പോരാളിയാണ് ഫ്ലച്ചർ ക്രിക്ക് എന്ന് അയാൾ കേട്ടിട്ടുണ്ട്, അയാൾ കണ്ടിട്ടില്ല. ഫ്ലച്ചർ ക്രിക്ക് എന്ന പേര് സ്വാഭാവികമായിട്ടും ഒരു ഭയം ചാപ്മാനിൽ ഉണ്ടാക്കി. ചാപ്മാന്റെ ദേഹത്ത് ഒരു വിറയൽ ഉണ്ടാകുന്നത് ശരിക്കും ദൃശ്യമാണ്. ആ റിങ്ങിൽ അങ്ങനെ കിടക്കുമ്പോൾ പോലും ചാപ്മാൻ ഒന്ന് കിടുങ്ങി. ചാപ്മാൻ അറിയാതെ അമ്പരപ്പോടുകൂടി ഫ്ലച്ചറോട് ചോദിച്ചു പോവുകയാണ്, സാർ അങ്ങ് ക്രിക്കിലെ ഫ്ലച്ചറാണോ? നിനക്ക് ചില കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു. നിനക്ക് അറിയാമായിരിക്കും നോവയും ലിയാവും അവരെന്റെ ശിഷ്യന്മാരാണ്. നോവ ആൻഡ് ലിയാം എല്ലാവരും അറിയുന്ന ഒരു ജോഡിയായിരുന്നു, ട്വിൻസാണ്. അവരുടെ ഗുരുനാഥനാണ് ലാസൺ ഫ്ലച്ചർ. ക്രിക്ക് എന്ന ആ മാർഷൽ കൂട്ടായ്മയുടെ തലതൊട്ടൊപ്പനായ ഫ്ലച്ചർ ക്രിക്കാണ് ഇപ്പോ ആ റിങ്ങിൽ നിൽക്കുന്നത്. സ്റ്റീവൻ ചാപ്മാന്റെ ആ വീഴ്ച സ്വാഭാവികമായിട്ടും നടാഷയുടെ കൂടെയുള്ള മുഴുവൻ ആളുകളിലും ഒരു വിറയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിറയൽ എത്രത്തോളം ശക്തമാണെന്ന് എഡ്വിൻ അടുത്ത ചോദ്യം ചോദിച്ചപ്പോൾ നടാഷയ്ക്ക് മനസ്സിലായി. എഡ്വിൻ നടാഷയുടെ നേരെ തിരിഞ്ഞ് നടാഷയോടായി ചോദിച്ചു, നടാഷ, ഇനി ആരെയാണ് നീ ഇങ്ങോട്ട് അയക്കുന്നത്? എഡ്വിൻ ആ ചോദ്യം കേട്ടതും നടാഷയുടെ പുറകിൽ നിൽക്കുകയായിരുന്ന സകല ബോഡി ഗാർഡുകളും തല കുനിച്ചു. ഒരാൾ പോലും തല ഉയർത്തുന്നില്ല. എന്തെങ്കിലും കാരണവശാൽ അവർ തല ഉയർത്തിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ കണ്ണുകൾ നടാഷയുടെ കണ്ണുകളുമായി കൂട്ടിമുട്ടിയാൽ നടാഷ ചിലപ്പോ ആ ആളോട് റിങ്ങിലേക്ക് കയറാൻ പറഞ്ഞേക്കും. ആ ബോധം ആ തല കുനിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. സകലരും തല കുനിച്ച് നിൽക്കുന്ന കണ്ടതും എഡ്വിൻ ഫ്ലച്ചർ ഒന്ന് നോക്കി. അതിന്റെ അർത്ഥം മനസ്സിലായതും ഫ്ലച്ചർ ഡസ്റ്റിൻ നോക്കി ഡസ്റ്റിനോടായി പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഒരു കൈ നോക്കുന്ന. ഫ്ലച്ചറുടെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, പിന്നെതാ നോക്കാലോ. ഡസ്റ്റിൻ പെട്ടെന്ന് ഫ്ലച്ചറുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന കണ്ടതും റൂത്ത് ഹാർമൺ ഡസ്റ്റിന്റെ കയ്യിൽ കയറി പിടിച്ചു. മിസ്റ്റർ ആയാസ്, എന്താ ഇത്? നിങ്ങളെന്താ ചാവാറങ്ങി തിരിച്ചിരിക്കുകയാണോ? റൂത്ത്, എനിക്ക് കുറേശ്ശെ ഫൈറ്റൊക്കെ അറിയാം. മിസ്റ്റർ ആയാസ്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് ഈ ഫൈറ്റ് ഒന്നും അറിയത്തില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ നിങ്ങൾ ജീവൻ കളഞ്ഞുകൊണ്ട് നമുക്കൊന്നും നേടണ്ട. നിങ്ങൾ വെറുതെ ജീവൻ കളയേണ്ട കാര്യമില്ല. റൂത്തിന് നടാഷ ഹാർമൺ ഒപ്പിട്ടിരിക്കുന്ന കരാറിനെ കുറിച്ച് അറിയാം. ആ കരാർ അനുസരിച്ച് അവിടെ നടക്കുന്ന ഫൈറ്റിൽ പരാജയം ഉണ്ടായാൽ സ്വിൻഡനിലെ ഹാർമൺ കുടുംബത്തിന്റെ ബിസിനസ് നഷ്ടമാകും, നടാഷയുടെ സ്വത്തിന്റെ പകുതിയും പോകും. ഈ രണ്ട് കാര്യങ്ങളും റൂത്തിന് അറിയാം. പക്ഷേ ആ സ്വത്തിനേക്കാൾ ഇപ്പോ വില കൊടുക്കേണ്ടത് മിസ്റ്റർ റയാസിനാണെന്ന് ഒരു തോന്നൽ റൂത്തിന് ഉണ്ടായത് കൊണ്ടാണ് റൂത്ത് കയറി അങ്ങനെ ഇടപെട്ടത്. റൂത്ത് ശക്തമായി അങ്ങനെ പറഞ്ഞതും സ്റ്റീവൻ ചാപ്മാൻ ഡസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇത് പിള്ളേർ കളിക്കുള്ള സ്ഥലമല്ല. എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് കരുതി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്രാവശ്യം ഡസ്റ്റിൻ പറഞ്ഞത്. ഡസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റീവൻ ചാപ്മാനെ ശരിക്കും ഒന്ന് ദേഷ്യം പിടിപ്പിക്കുകയാണ്. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങളെ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് റിംഗ് ആണ്. ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് ശരിക്കും ഫൈറ്റേഴ്സ് ആണ്. നിങ്ങളെപ്പോൾ ഒരാള് ഈ റിംഗിലേക്ക് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്കുക. സ്റ്റീവൻ ചാപ്മാന്റെ ആ വാചകത്തിന് അനുകൂലമായി നടാഷയുടെ പുറകിൽ നിൽക്കുകയായിരുന്ന തലകുനിച്ച് നിൽക്കുന്ന ആ ആളുകൾ സംസാരിച്ചു തുടങ്ങി. മിസ്റ്റർ ഡസ്റ്റിൻ, സ്റ്റീവൻ പറയുന്നതാണ് ശരി. സ്റ്റീവൻ ചാപ്മാന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? വെറുതെ നാണം കിടണ്ട. സകലരും അങ്ങനെ പറഞ്ഞതും നടാഷ ഡസ്റ്റിന് അടുത്തോട്ട് വന്നു. നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഈ ഫൈറ്റിൽ നമ്മൾ തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത്. തോറ്റുപോയാൽ സ്വിൻഡനിലെ ഹാർമൺ ബിസിനസ്സും എന്റെ സ്വത്തിന്റെ പകുതിയും പോകുന്നല്ലേ ഉള്ളൂ, മറ്റൊന്നും സംഭവിക്കില്ലല്ലോ. പക്ഷേ ഡസ്റ്റിൻ, നിങ്ങൾ ബലി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഡസ്റ്റിൻ റിയാസിനെ നഷ്ടപ്പെടുത്താൻ നടാഷ ഹാർമണ് ഇഷ്ടമല്ല എന്നാണ് നടാഷ പറഞ്ഞത്. അത് കേട്ടതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡസ്റ്റിൻ കൂടുതൽ ചർച്ചയ്ക്കൊന്നും നിൽക്കാതെ റിങ്ങിന് നേരെ നടന്നു തുടങ്ങി. അത് കണ്ടതും സ്റ്റീവൻ ചാപ്മാന്റെ കൂടെയുള്ള ആളുകൾ റിങ്ങിലേക്ക് വന്ന് സ്റ്റീവൻ ചാപ്മാനെ ആ റിങ്ങിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. സ്റ്റീവൻ ചാപ്മാനെ ഒരു പരുവത്തിലാണ് റിങ്ങിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. റിങ്ങിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് അത്യാവശ്യം മരുന്നുകളൊക്കെ കൊടുത്തപ്പോൾ അവന് ഒന്ന് എണീറ്റ് നിൽക്കാം എന്ന പരുവത്തിലായി. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് പരിക്കേറ്റാൽ അപ്പോൾ തന്നെ പ്രതിമരുന്നുകൾ കൊടുക്കാറുണ്ട്. അതിനുള്ള ചില ഉത്തേജക മരുന്നുകളുമായിട്ടാണ് നടാഷൻ ടീം എത്തിയിരിക്കുന്നത് തന്നെ. സ്റ്റീവൻ ചാപ്മാൻ ആ മരുന്നൊക്കെ കഴിച്ചെങ്കിലും എണീറ്റ് നിൽക്കാവുന്ന പരുവത്തിലേ ആയിട്ടുള്ളൂ. സ്റ്റീവനും കൂടെയുള്ള ആളുകളും ലേശം അമ്പരപ്പോടുകൂടി
റിങ്ങിലേക്ക് നോക്കുമ്പോൾ ഡസ്റ്റിൻ റിങ്ങിൽ എത്തിക്കഴിഞ്ഞു. റിങ്ങിനകത്തേക്ക് ഡസ്റ്റിൻ കടന്നപ്പോ ലാസർ ഫ്ലെച്ചർ ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഏയ് ഡസ്റ്റിൻ, നീ എന്റെ ശിഷ്യന്മാരെ കൊന്നല്ലേ? മിസ്റ്റർ ലാസൺ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നോവ ഒരു സൈനൈഡ് ഗുളിക കടിച്ചു പൊട്ടിച്ചാ മരിച്ചത്. ലിയാം ആണെങ്കിൽ ഡസ്റ്റിന്റെ പുറത്തേക്ക് ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ റീകോയിൽ വഴി കൊല്ലപ്പെട്ടതാണ്. ഡസ്റ്റിന്റെ പുറത്തുള്ള പ്രൊട്ടക്ഷൻ കവർ തകർക്കാൻ പറ്റാതെ വന്നപ്പോൾ ഉണ്ടായ ഒരു റീകോയിൽ, അതിന്റെ ഫലമായിട്ട് ലിയാമിന്റെ ശരീരത്തിനകത്തെ പല അവയവങ്ങളും തകർന്നതും ലിയാം രക്തം ഛർദ്ദിച്ച് മരിച്ചതൊക്കെ വേണമെങ്കിൽ ആത്മഹത്യയായിട്ട് കൂട്ടാം. ആളുകൾ ട്രെയിനിന് മുന്നിൽ കയറി നിന്നാൽ സ്വാഭാവികമായിട്ടും ട്രെയിൻ ഇടിച്ച് മരിക്കും. അതിന് നമുക്ക് ആത്മഹത്യയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതുപോലെ ഡസ്റ്റിന്റെ പുറത്ത് കയറി ഇടിച്ച ആള് കൊല്ലപ്പെട്ടത് ആത്മഹത്യ തന്നെയാണ്. പക്ഷെ ആ ചിന്തയുടെ ലോജിക്ക് ലോസൺ ഫ്ലെച്ചർക്ക് മനസ്സിലായില്ല. ലോസൺ ദേഷ്യത്തോടുകൂടി ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, ഞാൻ നിന്നെ ഇന്ന് തീർക്കും, ഇവിടെ ഇട്ട് തീർക്കും. ലോസൺ ഫ്ലെച്ചർ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഒന്ന് ചിരിച്ചു. ഹാ, ആയിക്കോട്ടെ. വളരെ കൂളായിട്ടാണ് ഡസ്റ്റിൻ നിൽക്കുന്നത്. ഡസ്റ്റിന്റെ ആ കൂൾനെസ് സ്വാഭാവികമായിട്ട് റിങ്ങിന് പുറത്തേക്കുന്ന റൂത്തിനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഡസ്റ്റിൻ ആവശ്യമില്ലാതെ കയറിയിരിക്കുന്നത്. നടാഷയ്ക്ക് ഒരു ഭയമുണ്ട്. ഡസ്റ്റിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി അവൾക്കുണ്ട്. അവൾക്ക് അവളുടെ സ്വത്ത് നഷ്ടപ്പെടുന്നതിൽ ഇപ്പൊ ഒരു ഭയവുമില്ല. പക്ഷെ ഡസ്റ്റിനെ ആ റിങ്ങിൽ ലാസൺ ഉപദ്രവിക്കുമോ എന്നൊരു പേടി നടാഷയുടെ മുഖത്ത് വളരെ വളരെ ദൃശ്യമാണ്. നടാഷയെ ഒന്ന് നോക്കിയിട്ട് എഡ്വിൻ ഹമർ പറഞ്ഞു, നടാഷ ബെസ്റ്റ് ഓഫ് 3 ആണ്. ഇപ്പോ 1-1. ഈ റൗണ്ടിൽ ആര് ജയിക്കുന്നോ അവരാണ് വിജയി. എഡ്വിൻ ഹമർ അങ്ങനെ പറഞ്ഞതും ലാസൺ അയാളുടെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുമ്പോൾ 2 കൈ ഒന്ന് വിടർത്തി. 2 കൈയിൽ ലാസൺ ഇങ്ങനെ വിടർത്തുമ്പോ ഒരു കിടുകിട് ശബ്ദം അവിടെ കേൾക്കാം. അയാളുടെ കൈമുട്ടുകളും എല്ലുകളും ഒക്കെ ഒന്ന് അനങ്ങിയ ശബ്ദമാണ് പുറത്ത് കേൾക്കുന്നത്. ശരിക്കും ഒരു സൂപ്പർ ഫൈറ്ററാണ് ലാസർ ഫ്ലെച്ചർ എന്ന് ആ നിമിഷത്തിലാണ് ആൾക്ക് മനസ്സിലാവുന്നത്. അയാൾ കൈ ഒന്ന് കുടഞ്ഞപ്പോ കയ്യിലെ ആ വിരലുകളൊക്കെ ഒന്ന് കിടുങ്ങുകയാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ് ലാസൺ ആ റിങ്ങിൽ ഉണ്ടാക്കിയത്. ലാസർ ഫ്ലെച്ചറിന്റെ ആ ആക്ഷൻസ് ശരിക്കും ഒരു ഭയം സകലരിലും ഉണ്ടാക്കും. ആ ഭയം സ്വാഭാവികമായിട്ടും റിങ്ങിന് പുറത്തു നിൽക്കുന്ന നടാഷയുടെ മുഴുവൻ ടീമുകൾക്കും ഉണ്ടായിട്ടുണ്ട്. അവർ അമ്പരപ്പോടെ ആ റിങ്ങിലേക്ക് നോക്കുമ്പോൾ ലോസൺ ശ്വാസം വലിച്ചെടുക്കുകയാണ്. ശ്വാസം വലിച്ചെടുത്ത ലോസൺ ഫുൾ എനർജിയിൽ തറയിലേക്ക് ആഞ്ഞൊരു ഒറ്റ ചവിട്ട്. നേരത്തെ ചാപ്മാനെ ഇടിക്കാനായി കുതിച്ചപ്പോ ഉണ്ടായതിന്റെ എത്രയെങ്കിലും മടങ്ങ് പൊടി സ്വാഭാവികമായിട്ടും ആ റിങ്ങിലുണ്ടായി. വലതുകാല ആഞ്ഞ് ചവിട്ടിയ ലാസൺ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇടതുകാല് ആഞ്ഞ് ചവിട്ടുകയാണ്. ശരിക്കും ബോധപൂർവം ആ റിങ്ങിൽ നിന്ന് അയാൾ പൊടി ഉണ്ടാക്കുകയാണ്. ആ പൊടി പടലങ്ങൾക്കിടയിലൂടെ ഡസ്റ്റിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അയാളുടെ ടാർഗറ്റ്. ഡസ്റ്റിൻ ശക്തനാണെന്ന് മറ്റാരെക്കാൾ നന്നായിട്ട് അയാൾക്കറിയാം. ഡസ്റ്റിനോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട അയാളുടെ ശിഷ്യന്മാർ 2 പേരും പവർഫുൾ ആയിരുന്നു, 2 പേരും ശക്തരായിരുന്നു. ആ ഇരട്ടകളെ കൊല്ലാൻ കപ്പാസിറ്റിയുള്ള ഡസ്റ്റിൻ ഒരിക്കലും മോശമാകില്ല എന്നുള്ള കാര്യം ലാസർ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ലാസർ പൊടിപടലങ്ങളുടേതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചത്. ശരിക്കും ശക്തി മുഴുവൻ ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്ത ലാസർ 1, 2, 3, 4 എന്ന എണ്ണുന്നതിനിടയിൽ ആകാശത്തേക്ക് പറന്നുയർന്നിരുന്നു. പൊടിപടലങ്ങൾക്ക് മുകളിലൂടെ ആകാശത്തേക്ക് പറന്നുയർന്ന ആ ലാസർ ഫ്ലെച്ചർ അതിശക്തമായ ഒരു അക്ഷയിടി ഡസ്റ്റിന്റെ നെഞ്ച് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ കൈ താഴ്ന്നു വരുന്നത്. പൊടിപടലങ്ങൾക്കിടയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ലാസർ ഫ്ലെച്ചർ ആകാശത്തിലൂടെ ഡസ്റ്റിന് നേരെ കുതിച്ചു വരുന്നത് സകലർക്ക് കാണാം. അയാളുടെ വലത് കൈ മുറുകി പിടിച്ചിരിക്കുകയാണ്. അതിശക്തമായി ഡസ്റ്റിന്റെ നെഞ്ചിലേക്ക് ലാസർ ഇടിച്ചതും ഡസ്റ്റിന് ഒന്ന് ചരിഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ഡസ്റ്റിന്റെ നെഞ്ചിൽ തൊടാതെ ആ കൈ ഇങ്ങനെ കടന്നു. ഡസ്റ്റിന്റെ നെഞ്ചിൽ തൊടാതെ ആ കൈ ഇങ്ങനെ കടന്നു പോയതും ഡസ്റ്റിന്റെ ഇടത് കൈ ലോസന്റെ കവിളിൽ പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ ഇടത് കൈ ലോസന്റെ കവിളിൽ പതിഞ്ഞ നിമിഷത്തിൽ ലോസൻ ആകാശത്തിലാണ്. ആകാശത്തുള്ള ലോസൻ ആ ഇടിയേറ്റ് ഒന്ന് കറങ്ങി. പമ്പരം കറങ്ങുപോലെ ലാസൻ 5-6 തവണ ആകാശത്ത് കറങ്ങി. ആ റിങ്ങിന് പുറത്ത് ഒരു മരമുണ്ട്. ആ മരത്തിൽ ചെന്നിടിച്ച് താഴേക്ക് വീണു. ശരിക്കും ഭീകരമായ ശബ്ദത്തോടു കൂടി മരത്തിൽ ഇടിച്ച് താഴേക്ക് വീഴുന്ന ലാസൺ ഫ്ലെച്ചറെ വല്ലാത്തൊരു അമ്പരപ്പോടു കൂടിയാണ് അയാളുടെ കൂടെയുള്ള ആളുകൾ നോക്കിക്കണ്ടത്. ഇപ്പൊ ശരിക്കും അമ്പരപ്പ്, അത്ഭുതം, ഞെട്ടൽ ഇതൊക്കെ എഡ്വിൻ ഹമറിന്റെ മുഖത്തുണ്ട്. ആ കൂടി നിൽക്കുന്ന ആർക്കും അറിയില്ലെങ്കിലും എഡ്വിൻ ഹമർക്ക് ലാസൺ ഫ്ലെച്ചറെ നന്നായി അറിയാം. ലാസൺ ഫ്ലെച്ചറിന്റെ കരുത്തിനെ കുറിച്ച് എഡ്വിൻ ഹമർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലാസൺ ഫ്ലെച്ചറെ സാധാരണഗതിയിൽ ഒരാൾക്ക് പരാജയപ്പെടുത്താനാവില്ല. ആ ലാസൺ ഫ്ലെച്ചറാണ് റിങ്ങിൽ നിന്ന് പറന്നു പൊങ്ങി
10 അടിയോളം ദൂരെയുള്ള ഒരു മരത്തിലിടിച്ച് താഴേക്ക് വീണിരിക്കുന്നത്. ലാസം ഫ്ലെച്ചറെ പോലെ ഒരാളെ 10 അടി ദൂരത്തേക്ക് ഇടിച്ച് തെറിപ്പിക്കാനുള്ള പവർ ഡസ്റ്റിന്റെ കൈകൾക്കുണ്ടെന്നാണ് ആ കാഴ്ച സൂചിപ്പിക്കുന്നത്. ആ കൂടി നിൽക്കുന്ന ആളുകളുടെ മുഖം പലതരത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. നടുങ്ങിപ്പോയിരിക്കുന്നത് സ്റ്റീഫൻ ചാപ്മാനാണ്. അവൻ രാവിലെ ഡസ്റ്റിനെ കണ്ട നിമിഷം മുതൽ ഡസ്റ്റിനെ കളിയാക്കുന്നതാണ്. റൂത്ത് ഏതാണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. അതേ അമ്പരപ്പ് ചാപ്മാന്റെ കൂടെയുള്ള നടാഷയുടെ ബോഡി ഗാർഡുകൾക്കുമുണ്ട്. അവർക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ശൈലിയിൽ ഫ്ലെച്ചർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി ഫ്ലെച്ചർ റിങ്ങിലേക്ക് കയറണമെങ്കിൽ കാര്യമായി അധ്വാനിക്കേണ്ടി വരും. അനവധി നാളത്തെ നിരന്തരമായ ആശുപത്രി വാസത്തിന് ശേഷം മാത്രമേ ഫ്ലെച്ചർക്ക് റിങ്ങിൽ കയറാൻ പറ്റൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത്ഭുതവും നിരാശയും ഭയവും ഒക്കെ ഫ്ലെച്ചറുടെ കണ്ണുകളിലുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല നടാഷയുടെ മുഖത്തുള്ളത്. നടാഷയുടെ മുഖത്ത് വല്ലാത്തൊരു അഭിമാനമാണ് തോന്നുന്നത്. അവൾ തിരഞ്ഞെടുത്ത അവളുടെ ബോയ് ഫ്രണ്ട് ഡസ്റ്റിൻ റയാസ് ശരിക്കും ശക്തനാണ്. ഡസ്റ്റിൻ റയാസ് നല്ലൊരു മിറാക്കിൾ ഡോക്ടറാണെന്ന് നടാഷയ്ക്ക് ആദ്യമേ അറിയാം. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡസ്റ്റിൻ ഫൈറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ശക്തമായി ഫൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണെന്നും ഡസ്റ്റിനെ കുറിച്ചൊരു ധാരണ നടാഷയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതൊക്കെ കടന്നിരിക്കുകയാണ്. ഡസ്റ്റിൻ വല്ലാത്തൊരു അഭിമാനം അവൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡസ്റ്റിന്റെ പവർ അവളെ തെല്ലെന്നൂല ത്രില്ലടിപ്പിച്ചത്. അഭിമാനം കൊണ്ട് പുളകിതയായ നടാഷ എഡ്വിന് നേരെ തിരിഞ്ഞു. മിസ്റ്റർ എഡ്വിൻ ഹമർ, നിങ്ങൾ തോൽവി സമ്മതിച്ചു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ എഡ്വിൻ ഹമർ നടാഷയോട് പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിക്കുന്നു. ബെസ്റ്റ് ഓഫ് 3 മത്സരമാണ് വെച്ചത്. അതിൽ 2 റൗണ്ടുകൾ നടാഷയുടെ ടീം വിജയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കരാർ അനുസരിച്ച് നടാഷയുടെ ടീം തന്നെയാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ എഡ്വിൻ ഹമർക്ക് മറിച്ചൊന്നും പറയാൻ കഴിയില്ല. അതിനും അപ്പുറം അയാൾ തോൽവി സമ്മതിച്ചതിന്റെ കാരണം ഫ്ലെച്ചറുടെ പരാജയമാണ്. എഡ്വിൻ ഹമർ തോൽവി സമ്മതിച്ചതും ഡസ്റ്റിൻ റിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നടാഷിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഡസ്റ്റിന്റെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തത് റൂത്താണ്. റൂത്ത് ഡസ്റ്റിന് അടുത്തെത്തിയതും ഡസ്റ്റിനോട് ചോദിച്ചു, ബ്രദർ റിയാസ്, നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്ക് ഫൈറ്റ് ഒന്നും അറിയില്ലെന്ന്? റൂത്ത്, ഞാൻ പറഞ്ഞല്ലോ കുറേശ്ശെ ഫൈറ്റ് അറിയാന്ന്. റൂത്ത് ശരിക്കും ആവേശത്തിലാണ്. പരാജയപ്പെട്ടു എന്ന് അവൾ പോലും മനസ്സുകൊണ്ട് കരുതിയിരിക്കുന്ന നിമിഷത്തിലാണ് ഡസ്റ്റിൻ റിയാസ് ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നത്. എഡ്വിൻ ഹമറുടെ ടീമിനെ കൃത്യമായും റിങ്ങിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞതും നടാഷയും ടീമും ആ മലയിൽ നിന്ന് താഴേക്ക് തിരിച്ചു. നടാഷയുടെ കാറിൽ നടാഷയും ഡസ്റ്റിനും റൂത്തുവാ ഉള്ളത്. തൊട്ടു പുറകിലത്തെ കാറിൽ സ്റ്റീഫൻ ചാപ്മാനും 1-2 ആളുകളും, അതിന് പുറകിൽ മറ്റാളുകൾ. ഒരു നിരയായിട്ട് അവരുടെ വാഹനം ആ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ്. കുന്നിൻ മുകളിൽ നിന്ന് ഒരു കോൺവേ ആയി ആ വാഹനങ്ങൾ താഴേക്ക് പോകുന്ന കണ്ടതും എഡ്വിൻ ഹമറോട് അടുത്ത് നിന്ന് ആള് ചോദിച്ചു, സർ, അവരെ വെറുതെ വിട്ടത് ശരിയായില്ല. ഹേയ്, നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ അവര് വെറുതെ വിടുമെന്ന്? എഡ്വിൻ ഹമർ അങ്ങനെ പറഞ്ഞിട്ട് ആ കോൺവേയിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഡസ്റ്റിൻ റിയാസും നടാഷയും കൂടി റൂത്തിനെ രക്ഷിക്കണമെങ്കിൽ രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞതും ഒരു റിംഗ് ഒരുക്കി വെച്ചതും ആ റിംഗിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയതൊക്കെ ഡസ്റ്റിനെ മാത്രം ലക്ഷ്യമിട്ടാണ്. നടാഷയുടെ പണത്തിന്റെ പകുതിയോ സിൻഡറിലെ ബിസിനസ്സോ ഒന്നും എഡ്വിന് വിഷയമായിരുന്നില്ല. വിഷയം സാക്ഷാൽ ഡസ്റ്റിൻ റിയാസാണ്. ഡസ്റ്റിൻ റിയാസ് നടാഷയ്ക്കൊപ്പം നിൽക്കുന്നത് അയാളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അയാൾ ഫ്ലെച്ചർ ഉപയോഗിച്ച് ഡസ്റ്റിനെ കൊല്ലാൻ ഒരു കെണി ഉണ്ടാക്കിയത്. ആ കെണിയാണ് ഇപ്പൊ പൊളിഞ്ഞിരിക്കുന്നത്. അയാളുടെ A പ്ലാനാണ് പൊളിഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ഒരു B പ്ലാന് കൂടി ഉണ്ടെന്നുള്ള സൂചനയാണ് എഡ്വിന്റെ സംഭാഷണം വിളിച്ചു പറയുന്നത്. ആ കാര്യം നടാഷയ്ക്കും ടീമിനും മനസ്സിലാകുന്നത് അവരുടെ കോൺവേ ആ കുന്നിന് താഴെ എത്തുമ്പോഴാണ്. പെട്ടെന്ന് ഒരു ബസ് അവരുടെ റോഡിന് കുറുകെ വന്നു. പെട്ടെന്നൊരു ബസ് റോഡിന് കുറുകെ അങ്ങനെ ക്രോസ് ചെയ്ത് നിന്നപ്പോ സ്വാഭാവികമായിട്ട് നടാഷയുടെ ആ കോൺവേ അവിടെ സ്റ്റോപ്പായി. നടാഷയുടെ ആ വാഹന വ്യൂഹം റോഡിൽ പെട്ടെന്ന് സ്റ്റോപ്പായതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ആ റോഡിന് ഇരുഭാഗത്തു നിന്നും ഒത്തിരി ആളുകൾ റോഡിലേക്ക് ഓടിക്കേറി. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ആ ടീം ഓടിക്കേറുന്ന കണ്ടതും നടാഷയുടെ വാഹനത്തിന് പുറകിലുള്ള വാഹനങ്ങളിൽ നിന്ന് നടാഷയുടെ ബോഡി ഗാർഡുകളും പുറത്തേക്ക് ഇറങ്ങി. നടാഷയും റൂത്ത് ഹാർമണും ഡസ്റ്റിൻ റിയാസും അവരുടെ വാഹനത്തിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് അതിശക്തമായ സംഘടന നടക്കുകയാണ്. എഡ്വിൻ ഹാമറുടെ ഗുണ്ടകളും നടാഷ ഹാർമന്റെ ബോഡി ഗാർഡുകളും തമ്മിലുള്ള അതിശക്തമായ ഒരു ഫൈറ്റ്. ഏകദേശം ഒരു 15 മിനിറ്റോളം ആ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഫൈറ്റിന്റെ എൻഡിൽ എഡ്വിൻ ഹാമറിന്റെ ടീമിനെ ഒന്നടങ്കം തോൽപ്പിക്കാൻ ഹാർമൺ കുടുംബത്തിന്റെ ആ എലൈറ്റ് ബോഡി ഗാർഡുകൾക്ക് പറ്റി. ഹാർമൺ കുടുംബം വളരെയേറെ പണം മുടക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സേനയാണ് അവിടെ ആ ബോഡി ഗാർഡുകൾ എന്ന് പറയുന്നത്. ആ ബോഡി ഗാർഡുകളോട് പിടിച്ചു നിൽക്കാൻ എഡ്വിൻ ഹാമറിന്റെ ടീമിന് പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്.
ഹാമർ കുടുംബത്തിന്റെ ബോഡി ഗാർഡുകളിൽ പകുതിയും കൊല്ലപ്പെട്ടു. ഹാമർ കുടുംബത്തിന്റെ ആ മുഴുവൻ ഗുണ്ടകളും കൊല്ലപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണെങ്കിലും പകുതിയോളം ഹാർമൺ സേനയും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും അതിശക്തമായ സംഘടനമാണ് അവിടെ നടന്നത്. ചുറ്റും നിശബ്ദമാണെന്ന് കണ്ടതും ഡസ്റ്റിൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഡസ്റ്റിൻ അവിടെ വീണ് കിടക്കുന്ന ഹമ്മറിന്റെ ആ ഗുണ്ടകളുടെ അടുത്തേക്കാണ് വന്നത്. തൊട്ടുപുറകെ നടാഷയും റൂത്തും സ്റ്റീവൻ ചാപ്മാനൊക്കെ ഉണ്ട്. സ്റ്റീവന് പരിക്കേറ്റിരുന്നത് കൊണ്ട് സ്റ്റീവൻ കാറിൽ നിന്ന് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. നടാഷയുടെ ബോഡി ഗാർഡുകളിൽ പകുതിയോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും സങ്കടകരമായ ഒരു നിമിഷമാണ്. പക്ഷെ ആ ബോഡി ഗാർഡുകളുടെ ദൗത്യം തന്നെ നടാഷയെ റൂത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. നടാഷയും റൂത്തും ആ ബോഡി ഗാർഡുകളുടെ അടുത്തേക്ക് ചെന്ന് അവർ ആർക്കെങ്കിലും ജീവനുണ്ടോ എന്ന് നോക്കുന്ന ആ സമയത്ത് ഡസ്റ്റിൻ എഡ്വിൻ ഹമ്മറിന്റെ ആ ഗുണ്ടകളെ പരിശോധിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ആ ഗുണ്ടകളുടെ ഷർട്ട് ഡസ്റ്റിൻ ഒന്ന് പൊക്കി നോക്കുകയാണ്. എന്തോ ഒരു സംശയം ഡസ്റ്റിന് തോന്നിയത് കൊണ്ടാണ് ഡസ്റ്റിൻ ആ ഷർട്ടുകൾ ഒന്ന് പൊക്കിയത്. അപ്പോ ഡസ്റ്റിന് ഒരു കാഴ്ച കാണാൻ പറ്റി. ഒരു സ്നേക്കിന്റെ ടാറ്റു ഒരാളുടെ പുറത്ത് കണ്ടു. അത് കണ്ടതും ഡസ്റ്റിൻ അടുത്ത ആളുടെ ബോഡി പരിശോധിച്ചു. അവിടെയും ഒരു സ്നേക്കിന്റെ ടാറ്റു ഉണ്ട്. ഡസ്റ്റിൻ അവിടെ വീണ് കിടക്കുന്ന എഡ്വിൻ ഹമ്മറിന്റെ ടീമിലെ ഓരോ ആളിന്റെ ബോഡിയും പരിശോധിക്കുന്നത് നടാഷയും സ്റ്റീവൻ ചാപ്മാനും റൂത്തും ഒക്കെ കാണുന്നുണ്ട്. അവരും വന്ന് നോക്കി. സകല ആളുകളുടെ പുറത്തും ഒരു സ്നേക്കിന്റെ പടം ടാറ്റു ചെയ്തിരിക്കുകയാണ്. ആ എല്ലാ ബോഡിയിലും ടാറ്റു കണ്ടപ്പോ നടാഷയ്ക്കും സ്റ്റീഫനും റൂത്തിനും കൂടെയുള്ള ആൾക്കാർക്കൊക്കെ വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. ഡസ്റ്റിൻ, ഇതെന്താ സംഭവം? ഞാൻ അതാ ആലോചിക്കുന്നത്. ഇത് മുഴുവൻ ഒരു ടീമാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തിരിക്കുന്ന ബസ്സിനെ മറികടന്നുകൊണ്ട് 2 വാഹനങ്ങൾ അങ്ങോട്ട് വന്നു. ആ ബസ്സിന്റെ സൈഡിൽ കൂടിയാണ് ആ 2 വാഹനങ്ങൾ വന്നത്. 2 SUV-കളാണ്. ആ 2 SUV-കളും അവിടെ എത്തിയതും അതിൽ നിന്ന് അനവധി ആളുകൾ ചാടി പുറത്തിറങ്ങി. ആ വാഹനത്തിൽ ചാടി ഇറങ്ങുന്ന ആളുകളെ കണ്ടതും നടാഷയ്ക്കും റൂത്തിനും ഒരുപാട് സന്തോഷമായി. ടിൽഡ എത്തി. അവരുടെ ആന്റി കൂടിയായ ടിൽഡ സ്നൈഡറാണ് എത്തിയിരിക്കുന്നത്. കറുത്ത ഡ്രസ്സാണ് സകലൻ ധരിച്ചിരിക്കുന്നത്. ടിൽഡയും ഏകദേശം 1 ഡസനോളം ആളുകളുമാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. ടിൽഡയും ആ ആളുകളും അതിവേഗം മുന്നോട്ട് ഓടി വന്നു. ഓടി വരുന്നതിനിടയിൽ ടിൽഡ നടാഷയോട് ചോദിച്ചു, എന്താ നടാഷ ഇത്? ടിൽഡ, ആ ഹമ്മറിന്റെ ആളുകൾ ഞങ്ങളെ പതിയിരുന്ന് ആക്രമിച്ചതാണ്. അത് ശരി, പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നല്ലേ? ഈ നടാഷ, നിങ്ങൾ ഈ വഴിയാണ് വരുന്നതെന്ന് ആ ആക്രമിച്ചവർ എങ്ങനെ മനസ്സിലാക്കിയത്? അവർ നേരത്തെ കൂടി ഇവിടെ ഒന്ന് നിൽക്കുകയായിരുന്നല്ലോ, അതെങ്ങനെ സംഭവിച്ചത്? ടിൽഡയുടെ ആ ചോദ്യം പെട്ടെന്നൊരു അമ്പരപ്പ് നടാഷയുടെയും കൂടെയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുകയാണ്. ടിൽഡ, അതെന്താ അങ്ങനെ ചോദിച്ചത്? നടാഷ, എഡ്വിന്റെ ആ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ അനവധി വഴികളുണ്ട്. ഈ വഴിയിൽ കൂടെ തന്നെ നിങ്ങൾ വരുമെന്ന് എങ്ങനെയാ ഈ അസസിൻസ് മനസ്സിലാക്കിയത്? വളരെ വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ടിൽഡ ഇപ്പോ നടാഷയോടും ടീമിനോടും ചോദിക്കുന്നത്. ഹാർമൺ കുടുംബത്തിന്റെ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ചീഫാണ് ടിൽഡ. ടിൽഡ സ്നൈഡർ നടാഷയുടെ ബന്ധു കൂടിയാണ്. നടാഷയുടെ ചേച്ചിയാകാനുള്ള പ്രായമേ അവർക്കുള്ളൂ. യഥാർത്ഥത്തിൽ നടാഷയുടെ ആന്റിയാണ്. ടിൽഡ സ്നൈഡറുടെ ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു അമ്പരപ്പ് നടാഷയിൽ ഉണ്ടാക്കി. നടാഷ ടിൽഡയോട് ചോദിച്ചു, ടിൽഡ, എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകാരുണ്ടെന്നാണോ? നടാഷ, അതാ ഞാനും ആലോചിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ടിൽഡ നടാഷയുടെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും ഒന്നിങ്ങനെ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യുകയാണ്. ആ ആളുകളെ മുഴുവൻ സ്കാൻ ചെയ്ത ടിൽഡയുടെ കണ്ണുകൾ അവസാനം വന്ന് തറച്ചത് ഡസ്റ്റിൻ റിയാസിലാണ്. ഏയ്, ഇതാരാ? ടിൽഡ, ഇതെന്റെ സുഹൃത്താണ് ഡസ്റ്റിൻ. സുഹൃത്തോ? സുഹൃത്തുക്കളെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഏയ്, ഇങ്ങോട്ട് മാറിയേക്ക്. ഡസ്റ്റിൻ റിയാസിനോട് പെട്ടെന്ന് ടിൽഡ അങ്ങനെ പറഞ്ഞപ്പോ റൂത്തും നടാഷയും ഒരുമിച്ച് ടിൽഡയോട് പറഞ്ഞു, ഏയ്, ഇത് ഡോക്ടർ റിയാസ് ആണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ജീവൻ രക്ഷിച്ചെന്നോ? അതൊക്കെ ചില ആക്ഷൻസ് അല്ലേ? എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഏയ് ടിൽഡ, അങ്ങനെ പറയരുത്. ഡസ്റ്റിനാണ് ഞങ്ങളെ രക്ഷിച്ചത്. നടാഷ, ഞാൻ ഹാർമൺ കുടുംബത്തിന്റെ സെക്യൂരിറ്റി വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞാൻ അതിന്റെ ഹെഡാണ്. എനിക്കറിയാം ഹാർമൺ കുടുംബത്തിലെ ആളുകളെ എങ്ങനെ സംരക്ഷിക്കണമെന്ന്. നിങ്ങൾ ആരും അതിൽ ഇടപെടണ്ട. ടിൽഡ അങ്ങനെ തീർത്തു പറഞ്ഞിട്ട് അവളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇയാളൊന്ന് പരിശോധിക്കേ. കേൾക്കേണ്ട താമസം 2 പേർ ഗണ്ണുമായി ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. 2 പേരും മെഷീൻ ഗണ്ണുകളും ചൂണ്ടിയാണ് ഡസ്റ്റിൻ റിയാസിന് അടുത്തേക്ക് വരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു രംഗമാണ് നടാഷയ്ക്കൊപ്പമുള്ള ആളുകൾ കാണുന്നത്. ഡസ്റ്റിൻ റിയാസ് ആണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവർക്ക് വേണ്ടി ആ ഫൈറ്റ് ജയിച്ചത്. ആ ഡസ്റ്റിൻ നടാഷയും ടീമിനെയും കൊലപ്പെടുത്താനായി കൊലയാളികളുമായി ഒരു കരാർ ഉണ്ടാക്കിയെന്നാണ് ടിൽഡ ഏതാണ്ട് ആരോപിച്ചുകൊണ്ട് വരുന്നത്. കേട്ട കാര്യം വിശ്വസിക്കാൻ പറ്റാതെ അമ്പരന്ന് ടിൽഡയും ഡസ്റ്റിനെയും ആ ബോഡി ഗാർഡുകളെയും ആ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ആ മെഷീൻ ഗൺ ധാരികൾ ഡസ്റ്റിന് അടുത്തെത്തി. ആ മെഷീൻ ഗൺ ധാരികൾ ഡസ്റ്റിന് അടുത്തെത്തിയതും ടിൽഡ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, മുട്ടുകുത്താനോ? ഞാനോ? നടന്നത് തന്നെ.
തന്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യാതെ ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ടിൽഡ അവളുടെ അനുയായികളോട് പറഞ്ഞു, അവരെ അനുസരിപ്പിക്കേ. കേൾക്കേണ്ട താമസം ഒരുത്തൻ കാലുയർത്തി ഡസ്റ്റിനെ മുട്ടിലൊരൊറ്റ ചവിട്ട്. മുട്ടിലേക്ക് ആഞ്ഞു ചവിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മുട്ടിടിച്ച് താഴെ വീഴും. ഡസ്റ്റിനെ അങ്ങനെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയാണ് ആ മെഷീൻ ഗൺ ധാരി ഡസ്റ്റിനെ മുട്ടിലേക്ക് ആഞ്ഞു ചവിട്ടാൻ പോയത്. അയാളുടെ വലത് കാല് ഉയർത്തി ഡസ്റ്റിന്റെ കാലിലേക്ക് ആഞ്ഞു ചവിട്ടുന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിൻ വലത് കൈ ഉയർത്തി ഒരൊറ്റയാടി അയാളുടെ കവിളിൽ തന്നെ ആ ആടി കൊണ്ടു. ഡസ്റ്റിന്റെ പുറത്തേക്ക് അയാളുടെ കാല് പതിയുന്നതിന് മുമ്പ് ഡസ്റ്റിന്റെ കൈ അയാളുടെ കവിളിൽ കൊണ്ടു. പക്ഷേ ഇപ്രാവശ്യം ഡസ്റ്റിന്റെ അടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആ നിമിഷത്തിൽ തന്നെ മനസ്സിലായി. കാരണം ആ ഒറ്റയടിയിൽ ആ തല ചിതറി. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്ത് നിൽക്കുന്ന ആ മെഷീൻ ഗൺ ധാരിയും പുറകെ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടത്. ശരിക്കും അവർ വിറച്ചു പോയിരിക്കുകയാണ്. ഒറ്റ അടിക്ക് ഒരു തണ്ണിമത്തം പൊട്ടിച്ചിതറും പോലെ ഒരാളുടെ തല ചിതറുന്നത് അവർ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. ഡസ്റ്റിന് മുഴുവൻ പവറും എടുത്ത് അയാളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചതാണ്. നടാഷ ഹാർമണും റൂത്ത് ഹാർമണും സ്റ്റീഫനും എന്ന് വേണ്ട സകലരും ഏതാണ്ട് സ്തംഭിച്ചു പോയിരിക്കുകയാണ്. അവരാരും ഡസ്റ്റിൻ ഈ ശൈലിയിൽ പ്രതികരിക്കുമെന്ന് വിചാരിച്ചതല്ല. ഡസ്റ്റിനെ കാലിലേക്ക് ആഞ്ഞ് ചവിട്ടപ്പോ സ്വാഭാവികമായിട്ടും ഡസ്റ്റിൻ മുട്ടുകുത്തുമെന്നാണ് അവരൊക്കെ കരുതിയത്. പക്ഷേ സംഭവിച്ചതോ ഡസ്റ്റിൻ ഒറ്റയടിക്ക് അയാളെ കൊന്നിരിക്കുകയാണ്. അമ്പരതുമായ ടിൽഡ ഉടൻ തന്നെ ഓർഡർ ഇട്ടു, കൊല്ലവനെ. കേൾക്കേണ്ട താമസം ടിൽഡയുടെ ടീം മുന്നോട്ട് കുതിച്ചു. സ്വാഭാവികമായിട്ടും ഡസ്റ്റിൻ മുന്നോട്ട് കുതിച്ചു. കൃത്യം ഒരേ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ രണ്ടാളുകൾ ആ ഫീൽഡിൽ ബാലൻസ് ഉണ്ട്. ഡസ്റ്റിൻ റിയാസും ടിൽഡയും. ടിൽഡ സ്നൈഡർ കണ്ണു തുറിച്ച് അമ്പരന്ന് ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൾക്കൊപ്പം ഉണ്ടായിരുന്ന മെഷീൻ ഗൺ ധാരികളായ 12 പേരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ 12 പേർക്കും തോക്കെടുക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. അതിനു മുമ്പ് ഡസ്റ്റിൻ അവരെ കൊന്നിരിക്കുകയാണ്. ഡസ്റ്റിന്റെ കൈ അല്ലെങ്കിൽ കാല് അവരുടെ പുറത്ത് പതിയുന്ന നിമിഷത്തിൽ അവരേതാണ്ട് തണ്ണിമൊത്തം പൊട്ടുപോലെ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് ടിൽഡ കണ്ടത്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒരു നിമിഷത്തെ അമ്പരപ്പേ ടിൽഡയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ടിൽഡ അടുത്ത നിമിഷം ഒരു കത്തി വലിച്ചൂരി ആഞ്ഞൊരൊറ്റ കുത്ത്. ഡസ്റ്റിനെ ടിൽഡ ആഞ്ഞു കുത്തിയതും ഡസ്റ്റിൻ ഇടത് കൈ കൊണ്ട് ടിൽഡയുടെ ആ കൈയങ്ങ് പിടിച്ചു. ഇടത് കൈ കൊണ്ട് ടിൽഡയുടെ കൈ പിടിച്ച് കൈ വളച്ച ഡസ്റ്റിൻ വലത് കാല് ഉയർത്തി ഒരു ഒറ്റ ചവിട്ട്. ആ ചവിട്ട് കൃത്യം ടിൽഡ വയറ്റിലാ കൊണ്ടത്. ചവിട്ടേറ്റ ടിൽഡ ആ സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പൊങ്ങി അവൾ വന്ന ആ SUV ഇടിച്ച് താഴേക്ക് വീണു. ആ SUV ടിൽഡ ഇടിച്ചു വീണ നിമിഷത്ത് തന്നെ ഡസ്റ്റിൻ തൊട്ടടുത്തെത്തി. ഡസ്റ്റിൻ ടിൽഡയെ പൊക്കിയെടുത്തു. ഇപ്പോ ടിൽഡയുടെ കഴുത്തിൽ ഡസ്റ്റിൻ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ആ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഡസ്റ്റിൻ അവളോട് ചോദിച്ചു, ഏയ് നീ എന്തിനാ ഇത് ചെയ്തേ? ഡസ്റ്റിൻ കഴുത്തിൽ അമർത്തി പിടിച്ചിരിക്കുകയാണെങ്കിലും ടിൽഡ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഞാൻ ആരെന്നറിയാവോ? അങ്ങനെ ടിൽഡ ചോദിക്കപ്പോഴേക്കും റൂത്തും ഓടി ഡസ്റ്റിൻ അടുത്തെത്തി. ഡസ്റ്റിൻ പ്ലീസ് ടിൽഡ ഒന്നും ചെയ്യരുത്. അതേ വാചകം തന്നെ സ്റ്റീവൻ ചാപ്മാനും സ്റ്റീവനൊപ്പമുള്ള ബോഡി ഗാർഡുകളും ഒക്കെ ആവർത്തിക്കുകയാണ്. റൂത്തും സ്റ്റീവൻ ചാപ്മാനും ഒക്കെ ആ വാചകം പറയുമ്പോൾ നിശബ്ദയായി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നടാഷ ഒരു അക്ഷരം പോലും മിണ്ടാതെ ടിൽഡയും ഡസ്റ്റിനെയും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ടിൽഡ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ നിന്റെ അന്ത്യമായടാ, നീ ആരെ പുറത്തെ തൊട്ടെന്ന് നിനക്ക് അറിയാവോ? അങ്ങനെ ടിൽഡ പറഞ്ഞതും ഡസ്റ്റിൻ അയാളുടെ കൈ അമർത്തി. കൈ അമർത്തിയ നിമിഷത്തിൽ ശരിക്കും ഒരു അമ്പരപ്പ് ടിൽഡയുടെ കണ്ണുകൾ വരികയാണ്. ആ അമ്പരപ്പ് അവളുടെ കണ്ണുകൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ശബ്ദം കേൾക്കാം, കഴുത്തിലെ എല്ല് പൊട്ടുന്ന ശബ്ദം. ഡസ്റ്റിൻ ഒറ്റ കൈ കൊണ്ട് അവളുടെ കഴുത്ത് ഞെരിച്ച് പൊട്ടിക്കുകയായിരുന്നു. ശരിക്കും ശ്വാസം പോലും എടുക്കാനാവാതെ പുറകെ നിൽക്കുന്ന ആളുകൾ അന്തം വിട്ട് ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സ്റ്റീവൻ ചാപ്മാനും കൂടെയുള്ള ബോഡി ഗാർഡുകളും റൂത്ത് ഹാർമണും നിശബ്ദരായി ആ കാഴ്ച കണ്ടു. അവരുടെ ഹാർമൺ കുടുംബത്തിന്റെ ആ ബോഡി ഗാർഡുടെ ഹെഡായ ടിൽഡ സ്നൈഡർ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതും ഡസ്റ്റിൻ റിയാസിന്റെ കയ്യാൽ. ഡസ്റ്റിൻ ഈ ശൈലിയിൽ പെരുമാറുമെന്ന് അവരാരും കരുതിയതല്ല. പക്ഷെ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മിസ്റ്റർ റിയാസ്, നിങ്ങൾ എന്തായി ചെയ്തത്? റൂത്ത് വലത് അമ്പരപ്പോടുകൂടി ഡസ്റ്റിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ് സ്റ്റീവന്റെയും കൂടെയുള്ള ബോഡി ഗാർഡുകളുടെയും കൂട്ടത്തിൽ. പ്രത്യേകിച്ച് ഒരു മൊട്ടത്തലയനായ ബോഡി ഗാർഡ് ശരിക്കും ദേഷ്യത്തോടുകൂടി ഡസ്റ്റിനോട് സംസാരിക്കുകയാണ്. ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി കാണിച്ചത്? ടിൽഡ ആരെന്ന് കരുതിയിട്ടാ നിങ്ങൾ ഇങ്ങനെ പെരുമാറിയത്? മിസ് ടിൽഡ ഞങ്ങളുടെ ഹെഡാണ്. അയാൾ ശരിക്കും ആവേശത്തോടെ അങ്ങനെ സംസാരിക്കുമ്പോൾ ഡസ്റ്റിന്റെ കണ്ണുകൾ നടാഷയുടെ തിരിഞ്ഞു. നടാഷ പെട്ടെന്ന് ഉറക്കെ പറഞ്ഞു, ഡസ്റ്റിൻ ചെയ്താണ് ശരി. ടിൽഡ ആവശ്യമില്ലാതെ ഡസ്റ്റിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. ഡസ്റ്റിൻ നടാഷയും റൂത്തിനെയും
രക്ഷിച്ചുകൊണ്ട് ആ കുന്നിറങ്ങി വരുമ്പോഴാണ് അവിടെ ഒരു പതിയിരുന്ന ആക്രമണം ഉണ്ടായത്. ആ ആക്രമണവും ഡസ്റ്റിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നടാഷയ്ക്കും റൂത്തിനും എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരു പ്രകോപനവുമില്ലാതെ ടിൽഡ മനഃപൂർവ്വം ഡസ്റ്റിന്റെ പേര് അവിടേക്ക് വലിച്ചിഴച്ചതാണ്. അക്കാര്യം നടാഷയ്ക്ക് 100% ഉറപ്പാണ്. നടാഷ തന്നെ വിശ്വസിക്കുന്നു മനസ്സിലായതും ഡസ്റ്റിൻ താഴെ വീട് കിടക്കുന്ന ടിൽഡയുടെ അടുത്തേക്ക് കുരിഞ്ഞു. സകലരും അമ്പരന്ന് നോക്കുമ്പോൾ ഡസ്റ്റിൻ ടിൽഡയുടെ ഷർട്ട് ഒന്ന് വലിച്ചു പോക്കി. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അവർ അവിടെ കണ്ടു. നേരത്തെ ഹമ്മറിന്റെ ആ ആളുകളുടെ ബോഡി പരിശോധിച്ചപ്പോൾ അവർ കണ്ട അതേ സ്നേക്കിന്റെ അടയാളം ഇപ്പൊ ഇതാ ടിൽഡയുടെ ബോഡി കാണുകയാണ്. ആ കാഴ്ച കണ്ടതും നടാഷ കൂടെയുള്ള ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ബാക്കിയുള്ളവരെ പരിശോധിക്കേ. കേൾക്കേണ്ട താമസം ആ ബോഡി ഗാർഡുകൾ ടിൽഡയ്ക്കൊപ്പമുള്ള മുഴുവൻ ആളുകളുടെയും ബോഡി പരിശോധിച്ചു. സകലരുടെ പുറത്തും ആ സ്നേക്ക് അടയാളമുണ്ട്. എഡ്വിൻ ഹമ്മറിന്റെ ടീം അംഗങ്ങളുടെ പുറത്ത് കണ്ട അതേ സ്നേക്ക് അടയാളം ടിൽഡയുടെ പുറത്തും കൂടെയുള്ള ആളുകളുടെ പുറത്തുമുണ്ട്. അത് കണ്ടതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് ചാരപ്രവർത്തനം ചെയ്തത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ടിൽഡ സ്നൈഡർ ഹാർമൺ കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു മോളാണ്, ചാര വനിതയാണ്. എഡ്വിൻ ഹമ്മർക്ക് വേണ്ടി ഹാർമൺ കുടുംബത്തിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്നത് ആരാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരം ഇതാ ലഭിച്ചിരിക്കുകയാണ്. റൂത്ത് ഹാർമൺ ഒരു പാർട്ടിക്ക് പോയപ്പോ അവൾ ബോഡി ഗാർഡുകളെ ഒഴിവാക്കിയിരുന്നു. ബോഡി ഗാർഡുകളെ ഒഴിവാക്കിയാണ് റൂത്ത് ഹാർമൺ ആ പാർട്ടിക്ക് പങ്കെടുക്കുന്നത് എന്നുള്ള വിവരം സ്വാഭാവികമായിട്ടും ചോർന്നതിന്റെ ഫലമായിട്ടാണ് അവൾ അവിടുന്ന് പോക്കപ്പെട്ടത്. ആ വിവരം ചോർത്തപ്പെട്ടത് ആരുടെ അടുത്ത് നിന്നാണെന്ന് പകൽ പോലെ വ്യക്തം. റൂത്ത് ഹാർമണെ ചതിച്ചത് ആരാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരം ഇപ്പതാ കിട്ടിയിരിക്കുകയാണ്. അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ബന്ധു കൂടിയായ ടിൽഡയാണ്. ആ കാര്യം നടാഷയ്ക്കും റൂത്തിനും മനസ്സിലായപ്പോ ഡസ്റ്റിന്റെ മുഖത്ത് ഒരു സംശയം ഉണ്ടാവുകയാണ്. എഡ്വിൻ ഹമ്മറിന്റെ വസതിയിൽ നിന്ന് ആ മലയുടെ താഴേക്ക് ഇറങ്ങാൻ ഒത്തിരി റോഡുകളുണ്ട്. അതിൽ ഏത് റോഡായിരിക്കും നടാഷ ഹാർമൺ തിരഞ്ഞെടുക്കുക എന്ന് അറിയാൻ ലേശപ്പാടാണ്. എഡ്വിൻ ഹമ്മറുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ഇറങ്ങിയതിനു ശേഷമാണ് ആ റോഡുകൾ തിരിയുന്നത്. അവിടെ വെച്ച് മാത്രമാണ് നടാഷ തീരുമാനമെടുത്തത് ഇടതുവശത്തൂടെ പോകാമെന്ന്. ഇടതുവശത്തൂടെയോ വലതുവശത്തൂടെയോ നേരെയോ യാത്ര ചെയ്യാം. ഒരു വലിയ കുന്നാണ്. ആ കുന്നിൽ ഒത്തിരി റോഡുകൾ എഡ്വിൻ ഹമ്മർ ചെയ്തിട്ടിട്ടുണ്ട്. ഇടതുവശത്തുള്ള റോഡിൽ കൂടി തിരിയാൻ നടാഷ തീരുമാനിക്കുമ്പോൾ നടാഷയാണ് ഏറ്റവും മുന്നിൽ വാഹനത്തിൽ ഉള്ളത്. നടാഷയുടെ വാഹനത്തെ ഫോളോ ചെയ്യാനാണ് പുറകുള്ള വാഹനങ്ങൾക്ക് നടാഷ നിർദ്ദേശം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നവരെയും പുറകിലെ വാഹനങ്ങൾക്ക് ഒരിക്കലും നടാഷ എങ്ങോട്ട് തിരിയുമെന്ന് അറിയാൻ കഴിയില്ല. നടാഷ ഇടത്തേക്ക് തിരിഞ്ഞ ആ നിമിഷത്തിൽ വാഹനത്തിലുള്ള ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ നടാഷയുടെ റൂട്ട് താഴെ അറിയിച്ചത് കൊണ്ടാണ് അവർ വാഹനത്തിൽ താഴെ എത്തുമ്പോൾ അവർ ആക്രമിക്കപ്പെട്ടത്. മുകളിൽ നിന്ന് താഴെ എത്താൻ ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്യണം. അത്രയും സമയം യാത്ര ചെയ്താണ് നടാഷ ഹാർമൺ താഴെ എത്തിയത്. ആ സമയത്ത് അവിടെ അവരെ കാത്ത് സകല സംവിധാനം ഉണ്ടായിരുന്നു. അക്കാര്യം ഇപ്പോൾ ഡസ്റ്റിന് 100% ഉറപ്പാണ്. കൂട്ടത്തിൽ ഒരാള് അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ടിൽഡയെ സഹായിക്കുന്ന ആളുകളായിട്ടുണ്ട്, അല്ലെങ്കിൽ ടിൽഡയുടെ ഗ്രൂപ്പിന്റെ ഭാഗമായ ആളുകൾ കൂടെ ഉണ്ട്. ആ ചിന്ത ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വന്ന അതേ നിമിഷത്തിൽ നടാഷ ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും ഒരു പരിശോധനയ്ക്ക് വിധേയമാകണം. ഡസ്റ്റിൻ പറയാതെ തന്നെ നടാഷ ആ വാചകം പറഞ്ഞപ്പോൾ ഡസ്റ്റിന് സ്വാഭാവികമായിട്ട് ഒരു അതിശയം തോന്നി. നടാഷയും ഡസ്റ്റിന്റെ അതേ ശൈലി ചിന്തിച്ചിരിക്കുകയാണ്. മാഡം, നമ്മൾ എന്ത് പരിശോധിക്കാനാണ്? നിങ്ങൾ നിങ്ങളുടെ ഷർട്ട് ഒന്ന് ഊരണം. നിങ്ങളുടെ ആരുടെയെങ്കിലും പുറത്ത് സ്നേക്കിന്റെ അടയാളമുണ്ടോ എന്ന് ഒന്ന് നോക്കാനാണ്. നടാഷ ഹാർമന്റെ ആ വാചകം പുറത്തേക്ക് വന്നതും ആ മൊട്ടത്തലയൻ നടാഷയോട് പറഞ്ഞു, മിസ് ഹാർമൺ, എന്താ ഞങ്ങൾ ഒട്ടും വിശ്വാസമല്ലേ? ഞങ്ങൾ എത്ര വർഷമായി മിസ് ഹാർമണിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്, ഞങ്ങൾ എന്താ വിശ്വാസമില്ലാത്ത? ഹേയ്, വിശ്വാസത്തിന്റെ കാര്യമല്ല, ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ആ ഷർട്ട് അഴിക്കണം. ഷർട്ട് അഴിക്കാനായിട്ട് ആ മൊട്ടത്തലയനോട് നടാഷ പറഞ്ഞതും അവൻ ഒന്ന് പുറകോട്ട് നീങ്ങി. ഏയ്, അതൊന്നും പറ്റത്തില്ല. അങ്ങനെ ആ മൊട്ടത്തലയും പറഞ്ഞതും നടാഷ കൂടെയുള്ള ബോഡി ഗാർഡുകളോട് പറഞ്ഞു, അവരെ പരിശോധിക്കേ. നടാഷയുടെ ആജ്ഞ കേട്ടതും ബോഡി ഗാർഡുകൾ ഒന്നടങ്കം ആ മൊട്ടത്തലന്റെ നേരെ തിരിഞ്ഞതും ആ മൊട്ടത്തലന്റെ കൈകൾ പോക്കറ്റിനുള്ളിലേക്ക് പോകുന്നതും പുറത്തു വരുന്നതും അയാൾ എന്തോ എറിയുന്നു നോക്കി നിമിഷ നേരം കൊണ്ട് സംഭവിച്ചു. 2 കറുത്ത ബോളുകളാണ് അയാൾ എടുത്തെറിഞ്ഞത്. ശരിക്കും അവിശ്വസനീയമായ വേഗതയിലാണ് അയാൾ ആ ബോളുകൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത്. ആ ബോളുകളുടെ ലക്ഷ്യം ഡസ്റ്റിൻ റിയാസും നടാഷ ഹാർമണുമാണ്. ഡസ്റ്റിൻ റിയാസിന് തൊട്ടടുത്ത് ആ ബോൾ എത്തിയതും ഡസ്റ്റിൻ ആ ബോളിലേക്ക് പിടിച്ചു. ആ ബോളിലേക്ക് ഡസ്റ്റിൻ പിടിക്കുമ്പോൾ ആ ബോളിന് രൂപമാറ്റം വന്നു കഴിഞ്ഞിരുന്നു. ആ ബോള് യഥാർത്ഥത്തിൽ നീളമുള്ള ഒരു സാധനമായി മാറിയിരുന്നു. ഡസ്റ്റിൻ ബോൾ നേരിട്ട് പിടിച്ച സാധനത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ പതിയുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. അതൊരു കുഞ്ഞു പാമ്പാണ്, കറുത്ത നിറത്തിലുള്ള ഒരു പാമ്പാണ്.
ഡസ്റ്റിന്റെ കയ്യിലേക്ക് ആ പാമ്പിനെ കിട്ടിയ നിമിഷത്തിനെ ഡസ്റ്റിൻ ആ പാമ്പിനെ ഒന്ന് അമർത്തി. ആ നിമിഷത്തിൽ ആ പാമ്പ് കൊല്ലപ്പെട്ടു. ശരിക്കും കടുത്ത വിഷമുള്ള ഒരു കറുത്ത പാമ്പിനെയാണ് ഡസ്റ്റിന് നേരെ ആ ബോഡി ഗാർഡ് എറിഞ്ഞത്. ഈ നിമിഷത്തിൽ ആ കറുത്ത ബോള് നടാഷയുടെ കാലിൽ തന്നെ കൊണ്ടു കൃത്യം തുടയിൽ. ആ പന്ത് കാലിൽ തട്ടിയ നിമിഷത്തിൽ എന്തോ ഒരു പെയിൻ നടാഷയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ആ നിമിഷത്തിൽ ഡസ്റ്റിൻ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഡസ്റ്റിന്റെ ശ്രദ്ധ ആ ബോഡി ഗാർഡിലാണ്, ആ മൊട്ടത്തലയിൽ. ഡസ്റ്റിൻ അടുത്തെത്തപ്പോഴേക്കും ബോഡി ഗാർഡുകൾ അയാളെ പിടികൂടി. ഡസ്റ്റിൻ അടുത്തെത്തിയ അയാളുടെ കഴുത്തിൽ കയറി പിടിച്ചു. ആരാ നീ? ഡസ്റ്റിൻ ആ ചോദ്യം കേട്ടതും അവനൊന്ന് ചിരിച്ചു. ഡസ്റ്റിൻ, നീ അധികം ബഹളമൊന്നും എടുക്കണ്ട, ആ പാമ്പ് നടാഷയെ കൊത്തിക്കഴിഞ്ഞു. അത് കേട്ട ഡസ്റ്റിൻ തിരിഞ്ഞു നോക്കുമ്പോ നടാഷ അവളുടെ തുടയിൽ പിടിക്കുന്ന കാണുന്നത്. അവളുടെ തുടയിൽ ആ പാമ്പ് കൊത്തിയിരിക്കുകയാണ്. അതേ സമയത്ത് അവളുടെ തുടയിൽ കൊത്തിയ പാമ്പ് താഴെ വീണിട്ടുണ്ടായിരുന്നു. ആ പാമ്പിനെ നടാഷ അവളുടെ ആ ഹൈ ഹീല് കൊണ്ട് ചവിട്ടി അരച്ചിരിക്കുകയാണ്. ശരിക്കും ദേഷ്യത്തോടു കൂടി നടാഷ ആ പാമ്പിനെ ചവിട്ടി അരയ്ക്കുകയായിരുന്നു. ആ പാമ്പ് മണ്ണിൽ ഏതാണ്ട് ലയിച്ച് ചേർന്ന പോലെ. നടാഷയെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ ആ മൊട്ടത്തലയോട് പറഞ്ഞു, എടാ ഇവിടെ പ്രതിപക്ഷം, ആന്റിഡോട്ട് അവിടെ. ഏത് വിഷത്തിനും ഒരു പ്രതിപക്ഷം കാണുമല്ലോ. ആ പ്രതിപക്ഷം അവന്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഡസ്റ്റിൻ അങ്ങനെ ചോദിച്ചത്. പ്രതിപക്ഷം അത് എന്റെ ഇല്ല. ഓക്കെ, നീ ആ പ്രതിപക്ഷം നൽകിയാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഞാൻ പ്രതിപക്ഷം നൽകിയാലും നിങ്ങൾ എന്നെ കൊല്ലൂലേ? കൊല്ലില്ല, നിന്നെ ഞാൻ വെറുതെ വിടാം. ഈ നിമിഷം അടുത്തെത്തിയ റൂത്തും അയാളോട് പറഞ്ഞു, അതെ ഞാൻ ഗ്യാരണ്ടി, നിന്നെ വെറുതെ വിടാം. റൂത്തിനെയും നടാഷയും ഡസ്റ്റിനെയും അയാൾ അങ്ങനെ നോക്കുമ്പോൾ നടാഷ അയാളോട് ചോദിച്ചു, ഏയ് നിന്നെ ഞങ്ങൾ വളരെ കാര്യമായിട്ടല്ലേ നോക്കിയിരുന്നത്, എന്നിട്ട് നീ എന്തിനാ ഞങ്ങളെ ചതിച്ചത്? മിസ് ഹാർമൺ, സത്യമായിട്ടും ഞാൻ പെട്ടുപോയതാണ്. പണം ഒരു വല്ലാത്ത സംഭവമാണ്, അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി. ഇഷ്ടം പോലെ പണം എഡ്വിൻ ഹാമർ ടിൽഡ വഴി അവനിൽ എത്തിച്ചത് കൊണ്ടാണ് അവൻ ഈ കളി കളിച്ചിരിക്കുന്നത്. അക്കാര്യം 100% ഉറപ്പാണ്. ആ കാര്യമാണ് അവന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നത്. പണം ആരെയും ശരിക്കും പ്രലോഭിപ്പിക്കും. ആ ബോഡി ഗാർഡിനെയും അതാണ് പ്രലോഭിപ്പിച്ചിരിക്കുന്നത്. ചോറ് കൊടുത്ത കൈക്ക് തന്നെ അവൻ കടിച്ചത് അതുകൊണ്ടാണ്. അവന്റെ വാക്കുകൾ കേട്ടപ്പോ നടാഷയ്ക്കും റൂത്തിനും ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. പക്ഷെ ഈ നിമിഷം ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റുന്ന സമയമല്ല. സ്റ്റീവൻ ചാപ്മാൻ ആ സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞു, ഏയ് ജോർജ്, നീ ചെയ്ത തെറ്റ് ഞങ്ങൾ ക്ഷമിക്കും, നീ ആന്റിഡോട്ട് താ. സ്റ്റീവൻ ചാപ്മാൻ പറഞ്ഞ വാചകം റൂത്തും ആവർത്തിച്ചു. ജോർജ്, ആ ആന്റിഡോട്ട് താ. അവന്റെ കൈവശം ഒരു ആന്റിഡോട്ട്, ഒരു പ്രതിപക്ഷം ഉണ്ടാകുമെന്ന് ഒരു വിശ്വാസം റൂത്തിനും സ്റ്റീവൻ ചാപ്മാനും ഉണ്ട്. അവരുടെ ആ ആവശ്യം ആ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ആവർത്തിക്കുകയാണ്. അവർക്കൊക്കെ ജോർജുമായി ഒത്തിരി വർഷത്തെ ബന്ധമുണ്ട്. സകലരും പ്രഷറിലെത്തിയപ്പോ ജോർജ് ഡസ്റ്റിന് നേരെ നോക്കി. അത് കണ്ടതും ഡസ്റ്റിൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വാക്ക് തരുന്നു, നിന്നെ ഞാൻ കൊല്ലില്ല. ഡസ്റ്റിൻ റിയാസ് അത് പറഞ്ഞതും ജോർജ് ഡസ്റ്റിനോട് പറഞ്ഞു, ഇതിന് പ്രതിപക്ഷമില്ല. ഈ വിഷം മാറ്റാൻ ഒരു മാർഗമേ ഉള്ളൂ. ആ പാമ്പ് കടിച്ച സ്ഥലത്ത് നിന്ന് വിഷം വലിച്ചെടുക്കണം. ആരെങ്കിലും ഒരാൾ സ്വന്തം വാ കൊണ്ട് വലിച്ചെടുക്കണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെ വലിച്ചെടുക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് ആ വിഷം കടക്കും. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോർജ് പറഞ്ഞത്. നടാഷ ഹാർമന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന വിഷം വലിച്ചെടുക്കാൻ ഒരാൾ തയ്യാറാകണം. അയാളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തയ്യാറാകണം. അതാണ് ജോർജ് പറഞ്ഞുകൊണ്ട് വരുന്നതിന്റെ അർത്ഥം. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ജോർജ് പറഞ്ഞത്. അത് കേട്ടതും ഡസ്റ്റിൻ ജോർജിന്റെ കവിളിൽ ഒരൊറ്റയാടി. അടിയേറ്റ് ജോർജ് താഴെ വീണു. ജോർജ് താഴെ വീണതും ഡസ്റ്റിൻ വലത് കാലം ഉയർത്തി ജോർജിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞൊരൊറ്റ ചവിട്ട്. ഡസ്റ്റിൻ റിയാസിന്റെ ദേഷ്യത്തിന്റെ പാരമ്യം നമ്മൾ അവിടെ കാണുകയാണ്. ആ ചവിട്ട് ജോർജിന്റെ നെഞ്ചിൽ പതിക്കുമ്പോ ജോർജ് ഡസ്റ്റിന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏയ് നിങ്ങളല്ലേ എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞ്. ആ വാക്കുകൾ അവന് പൂർത്തീകരിക്കാൻ പറ്റുന്നതിന് മുമ്പ് അവൻ ചിതറിത്തെറിച്ചു. അവന്റെ ആന്തരിക അവയവങ്ങളും രക്തവും ചിതറിത്തെറിക്കുമ്പോ ഡസ്റ്റിൻ റിയാസ് ഓടി നടാഷയുടെ അടുത്തെത്തി. ആ സമയത്ത് നടാഷ ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീണത് കൃത്യം ഡസ്റ്റിന്റെ കയ്യിലേക്കാണ്. നടാഷയെ താങ്ങിയെടുത്ത ഡസ്റ്റിൻ നടാഷയും കൊണ്ട് കാറിന് നേരെ ഓടി. കാറിനകത്തേക്ക് നടാഷയെ കിടത്തിയ ഡസ്റ്റിൻ ഉറക്കെ റൂത്തിനെ വിളിച്ചു, റൂത്ത് ഓടിവാ. ഡസ്റ്റിന്റെ അടുത്തേക്ക് ഓടി വന്ന റൂത്ത് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഞാൻ റോത്തല്ല, ഞാൻ റൂത്താണ്. ആ റൂത്ത്, നടാഷയുടെ ആ പാൻസ് അടിക്ക്. ഏയ് ഡസ്റ്റിൻ എന്തായി പറയുന്നത്, പാൻസ് അടിക്കാനോ? റൂത്ത്, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡസ്റ്റിൻ റിയാസ് തറപ്പിച്ചങ്ങനെ പറഞ്ഞപ്പോ റൂത്തും കാറിലേക്ക് കയറി. കാറിന്റെ ഡോറുകൾ അടഞ്ഞു. നടാഷ ഹാർമണെ ആ കാറിന്റെ ബാക്ക് സീറ്റ് അങ്ങനെ കിടത്തിയിട്ട് റൂത്ത് ഹാർമൺ അവളുടെ പാൻസ് താഴേക്ക് വലിച്ചു. നടാഷ ഹാർമന്റെ ആ കാലിൽ തുടയിൽ തന്നെ ഒരു ചുവന്ന പാട് കാണാം. ആ പാടിനടുത്തേക്ക് ഡസ്റ്റിൻ റിയാസ് ഒന്ന് കുനിഞ്ഞു. റൂത്ത് നോക്കി നിൽക്കേ ഡസ്റ്റിൻ റിയാസ് ആ പാടിനടുത്ത് വാ അമർത്തി. റൂത്ത് തൊട്ടടുത്തിരിക്കുകയാണ്. റൂത്ത് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡസ്റ്റിൻ റിയാസ് നടാഷയുടെ തുടയിലേക്ക് കാലമർത്തിയിട്ട്
ആ പാമ്പ് കടിച്ച പാടിലേക്ക് വാ അമർത്തുകയാണ്. അമർത്തി പിടിച്ച വാ കൊണ്ട് ഡസ്റ്റിൻ ആഞ്ഞു വലിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് ഡസ്റ്റിൻ പുറത്ത് ഗ്ലാസ് നീക്കി വാ പുറത്തേക്കിട്ട് പുറത്തേക്ക് തുപ്പി. ഡസ്റ്റിൻ പുറത്തേക്ക് തുപ്പിയ ആ രക്തം റൂത്ത് കണ്ടു. കൃത്യം കറുത്ത നിറത്തുള്ള രക്തമാണ്. അതിശക്തമായ വിഷമാണ് നടാഷ ഹാർമന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നത് 100% ഉറപ്പാണ്. ഡസ്റ്റിൻ പിന്നെയും തല ആ മുറിവിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം ഒരു 4 പ്രാവശ്യം ഡസ്റ്റിൻ ആ രക്തം വലിച്ചെടുത്ത് പുറത്തേക്ക് തുപ്പിയപ്പോ നടാഷ ഹാർമന്റെ കണ്ണുകൾ ഒന്ന് തുറന്നു. നടാഷ ഒന്ന് അനങ്ങി. കണ്ണുകൾ തുറന്ന നടാഷയ്ക്ക് ആ കാഴ്ച കാണാം. അവളുടെ തുടയിൽ വാ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡസ്റ്റിൻ റിയാസിനെ. ഡസ്റ്റിൻ എന്താ ചെയ്യുന്നേ? നടാഷ, ഞാൻ വിഷം വലിച്ചെടുക്കുകയാണ്. അങ്ങനെ നടാഷയോട് ഡസ്റ്റിൻ പറഞ്ഞതിന് ശേഷം ഡസ്റ്റിൻ വീണ്ടും വീണ്ടും അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം വലിച്ചെടുത്തു തുടങ്ങി. ഏകദേശം ഒരു 20 മിനിറ്റോളം ഈ പ്രക്രിയ തുടർന്നു. ഒരു 20 മിനിറ്റ് ആയപ്പോ നടാഷയുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന രക്തം പൂർണ്ണമായും ചുവപ്പായി മാറി. നടാഷയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ വിഷവും വലിച്ചെടുക്കപ്പെട്ടു എന്നുള്ളതിന്റെ സൂചനയാണ് ആ കറുപ്പ് നിറം ചുവപ്പായി മാറിയത്. നടാഷയ്ക്ക് ഒരു ആശ്വാസം അനുഭവപ്പെട്ടു. പക്ഷെ ആ നിമിഷത്തിലാണ് നടാഷ ആ കാഴ്ച കണ്ടത്. ഡസ്റ്റിൻ റിയാസ് പെട്ടെന്ന് മുന്നോട്ടങ്ങ് വീണു. വീണത് അവളുടെ പുറത്തേക്ക് തന്നെയാണ്. അവളുടെ പുറത്തേക്ക് വീണ ഡസ്റ്റിനെ നടാഷ കുലുക്കി വിളിക്കുകയാണ്. ഡസ്റ്റിന് ഒരു അനക്കവുമില്ല. ഡസ്റ്റിന് അനക്കമില്ലെന്ന് കണ്ടതും റൂത്ത് നടാഷയോട് പറഞ്ഞു, ആ ജോർജ് പറഞ്ഞത് ആ വിഷം വലിച്ചെടുക്കുന്ന ആള് വിഷത്താൽ കൊല്ലപ്പെടുമെന്നാണ്. എന്ത് അബദ്ധമായി പറഞ്ഞത്? ഹോസ്പിറ്റലിലേക്ക് പോ. റൂത്തിനോട് ദേഷ്യപ്പെട്ടതും പെട്ടെന്ന് തന്നെ വാഹനം ഹോസ്പിറ്റലിലേക്ക് എടുക്കപ്പെട്ടു. അതിവേഗം ആ വാഹനങ്ങൾ ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് കുതിച്ചു. നടാഷയുടെ വാഹനത്തിന് പുറകെ ബാക്കിയുള്ള വാഹനങ്ങളും. ഏകദേശം സന്ധ്യ ആകാറായപ്പോഴാണ് ഡസ്റ്റിൻ കണ്ണു തുറക്കുന്നത്. ഡസ്റ്റിൻ കണ്ണു തുറന്നതും ഡസ്റ്റിൻ ഒരു ശബ്ദം കേട്ടു. ആ മിസ്റ്റർ റിയാസ്, നിങ്ങൾ മരിച്ചില്ലല്ലേ? ശബ്ദം കേട്ട ദിക്കിലേക്ക് ഡസ്റ്റിൻ നോക്കുമ്പോ അവിടെ റൂത്ത് ഹാർമൺ ഇരിക്കുകയാണ്. റൂത്ത് ഡസ്റ്റിന് തൊട്ടടുത്ത് കിടക്കെ തന്നെ ഇരിക്കുകയാണ്. എന്താ റൂത്ത്, ഞാൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു? ഹേയ്, അങ്ങനെയല്ല, ഞങ്ങൾ ശരിക്കും ഭയപ്പെടുത്തി. റൂത്ത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അകത്തേക്ക് നടാഷ ഹാർമണും ഒരു സ്ത്രീയും കൂടി എത്തി. നടാഷ ഡസ്റ്റിൻ ഉണർന്നത് കണ്ട് സന്തോഷത്തോടെ ഡസ്റ്റിൻ അടുത്തെത്തി. ഡസ്റ്റിൻ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ് നടാഷ. ഡസ്റ്റിൻ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഡസ്റ്റിൻ, ലോകത്ത് ആരും എനിക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ കൈകൊണ്ട് ഡസ്റ്റിന്റെ കവിളിലേക്ക് വീണ് കിടക്കുന്ന മുടി പുറകോട്ടാക്കി. നടാഷയുടെ ആ പെരുമാറ്റം നടാഷയുടെ തൊട്ടു പുറകെ നിൽക്കുന്ന സ്ത്രീ വല്ലാത്തൊരു അസ്വസ്ഥതയോടെയാണ് കണ്ടത്. ആ സ്ത്രീ അങ്ങനെ നോക്കി നിൽക്കുമ്പോ നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഈ മരുന്ന് ഞാൻ ഡസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ ഒരു ബോട്ടിൽ ഡസ്റ്റിന്റെ കയ്യിലേക്ക് വെച്ചു. നടാഷ തന്റെ കയ്യിലേക്ക് വെച്ച് ബോട്ടിലേക്ക് നോക്കി ഡസ്റ്റിൻ നടാഷയോട് ചോദിച്ചു, ഇതെന്തിനാ? ഡസ്റ്റിൻ, ഇത് ഡസ്റ്റിന് ഗുണപ്പെടും. എന്താ ഇത്? ഇത് ഹെക്സാനവിർ എന്ന ടാബ്ലറ്റ് ആണ്. ഡോക്ടർ റുവാൻ ക്രൂസ് നൽകിയതാണ്. ഏയ് നടാഷ, ഇതൊക്കെ ശരിക്കും വിലപിടിപ്പുള്ളതല്ലേ? എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഏയ് അങ്ങനല്ല ഡസ്റ്റിൻ, ഇത് ഡസ്റ്റിന്റെ കയ്യിൽ ഇരിക്കട്ടെ. നടാഷ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭേദമായി. അങ്ങനെ അല്ല ഡസ്റ്റിൻ ഇത് വെച്ചേക്ക്. അങ്ങനെ നടാഷ നിർബന്ധപൂർവ്വം പറഞ്ഞ് ആ ബോട്ടിൽ ഡസ്റ്റിന്റെ കോട്ടിന്റെ പോക്കറ്റിലോട്ട് ഇട്ടു. ഡസ്റ്റിന്റെ പോക്കറ്റിലോട്ട് ആ മരുന്ന് ഇട്ടുകൊണ്ട് നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ ഇന്ന് ഒരാളെ കണ്ടു. ആരെ? ഞാൻ ഡാലിയെ കണ്ടു. ഡാലിയെ എവിടെ വെച്ച്? ഈ ഹോസ്പിറ്റലിലെ റിസപ്ഷന്റെ ഭാഗത്ത് വെച്ചാൽ ഞാൻ കണ്ടത്. ഞാൻ മരുന്ന് വാങ്ങാനായിട്ട് ഫാർമസി പോയപ്പോഴാണ് ഡസ്റ്റിനെ കണ്ടത്. ഡാലി ഇന്നലെ ഇവിടെ വന്നേ? ഡാലിയുടെ ഗ്രാൻഡ് പാ ഹെൻറി ഇവിടെ സുഖമില്ലാതെ കിടക്കുകയാണ്. ഗ്രാൻഡ് പേക്ക് സുഖമില്ലെന്നോ? ഇവിടെ ഉണ്ടോ? അതെ, ഇവിടെ തന്നെ 304ലാണ്. ആ ഹോസ്പിറ്റലിലെ റൂം നമ്പർ 304ൽ ഡാലിയ നിക്കോൾസിന്റെ ഗ്രാൻഡ് പാ ഹെൻറി നിക്കോൾസൺ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിവരമാണ് ഇപ്പോ നടാഷ ഡസ്റ്റിനോട് പങ്കുവച്ചത്. അത് കേട്ടത് ഡസ്റ്റിൻ കിടക്കുന്ന എണീക്കാൻ ശ്രമിച്ചു. ഏയ് ഡസ്റ്റിൻ, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. അതല്ല നടാഷ, എനിക്ക് ഗ്രാൻഡ് പി ഒന്ന് കാണണം. ഇപ്പൊ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നടാഷയോട് പറഞ്ഞിട്ട് ഡസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ ഒരു അക്ഷരം പോലും സംസാരിക്കാതെ അവിടെ നിൽക്കുന്ന ആ സ്ത്രീ നടാഷയോട് ചോദിച്ചു, ഏയ് നടാഷ, നീ കാണിക്കുന്നത് ശരിയാണോ? അമ്മ, എന്താ അങ്ങനെ ചോദിച്ചത്? നടാഷയുടെ ചോദ്യത്തിന് മറ്റൊരു ചോദ്യമാണ് ജെസ്സിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നടാഷ, നീ ടൈലർ ഗ്രാൻഡിന്റെ പെണ്ണാണ്. നീയും ടൈലർ ഗ്രാൻഡുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കപ്പെട്ടതാണ്. അമ്മ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ടൈലറിനെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. നടാഷ, നീ അല്ല അത് തീരുമാനിക്കേണ്ടത്. ഹാർമൺ കുടുംബവും ഗ്രാൻഡ് കുടുംബവും തമ്മിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. അമ്മ പറയുന്നത് ഇതൊരു ബിസിനസ് ഡീലാണെന്നാണോ? നടാഷ, നോക്ക്, വിവാഹത്തിൽ നിന്റെ അഭിപ്രായത്തിന് ഒരു പ്രസക്തിയുമില്ല. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. നടാഷ, അത് പറ്റത്തില്ല. ഗ്രാൻഡ് കുടുംബത്തിന് വിവാഹം കഴിച്ചേ പറ്റൂ. ഗ്രാൻഡ് കുടുംബത്തിന് വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ അമ്മ അങ്ങ് കേട്ട്. എനിക്ക് വേണ്ട. നടാഷ എന്നോട് തീർത്തു പറയുകയാണ്. നടാഷ ഹാർമണും
ജെസ്സിക്കും തമ്മിൽ ആ വഴക്കുണ്ടാക്കുമ്പോൾ റൂത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റൂം നമ്പർ 304 ഹെൻറി നിക്കോൾസൺ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഹെൻറി നിക്കോൾസൺ സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അനങ്ങുന്നത് പോലുമില്ല. ശ്വാസം പോലും ഏതാണ്ട് നിലച്ച പോലെ കിടക്കുകയാണ്. ഹെൻറിക്ക് ചുറ്റുമായി അനവധി ആളുകളുണ്ട്. ഫ്ലോറൻസും ഡാലിയ നിക്കോൾസണും മാറ്റും ഒക്കെ ഉണ്ട്. ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ, അച്ഛൻ്റെ നില ശരിക്കും ഗുരുതരമാണ്. അച്ഛൻ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടത് ഡാലിയ ആകെ ദേഷ്യപ്പെടുകയാണ്. അമ്മ എന്തായി പറയുന്നത്? ഗ്രാൻഡ്മയെ എങ്ങനെ രക്ഷിച്ചേ പറ്റൂ? അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആ കുടുംബത്തിൽ ഹെൻറി നിക്കോൾസൺ ആണ്. ഹെൻറി നിക്കോൾസണ് ഗ്രാൻഡ് ഡോക്ടറായ ഡാലിയോട് വലിയ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഹെൻറിയെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ ഒരുക്കമാണ്. ഡാലിയ അങ്ങനെ പറഞ്ഞതും മാറ്റ് ലാനി ഡാലിയോട് പറഞ്ഞു, ഡാലിയ, വിദഗ്ധരായ ഡോക്ടേഴ്സിനെ രംഗത്തിറക്കിയാലേ ഹെൻറിയെ രക്ഷിക്കാൻ പറ്റൂ. ഹെൻറി നിക്കോൾസനെ രക്ഷിക്കാനായി വിദഗ്ധരായ ഡോക്ടർമാരെ രംഗത്തിറക്കണമെന്ന് മാറ്റ് ലാനി പറഞ്ഞപ്പോ ഫ്ലോറൻസ് മാറ്റിനോട് പറഞ്ഞു, മാറ്റ്, ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. മാറ്റിന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരാളെ അറിയാം, ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ. അയാൾ ഡോക്ടർ റുവാൻ ക്രോസിന്റെ ശിഷ്യനാണ്. ഓക്കെ മാറ്റ്, അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. മാറ്റിനോട് അങ്ങനെ ഫ്ലോറൻസ് പറഞ്ഞതും മാറ്റ് ഫോണുമായി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. അയാൾ ആരെയും വിളിക്കാനുള്ള ശ്രമത്തിലാണ്. ഡോക്ടർ റുവാൻ ക്രോസിന്റെ ഒരു ശിഷ്യൻ അവിടെ എത്തിയാൽ സ്വാഭാവികമായിട്ടും ഹെൻറിയെ രക്ഷിക്കാൻ പറ്റും. അതാണ് മാറ്റ് ലാനി അവരോട് പറഞ്ഞതിന്റെ അർത്ഥം. മാറ്റ് ലാനി പുറത്തേക്ക് പോയി കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ അങ്ങോട്ട് വന്നു. ഡസ്റ്റിൻ മുറിക്കുള്ളിലേക്ക് കയറി വരുന്നത് ഫ്ലോറൻസ് കണ്ടു. ഡസ്റ്റിനെ കണ്ടത് ഫ്ലോറൻസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ എന്താ ഇവിടെ? ഞാൻ ഗ്രാൻഡ് പേ കാണാൻ വന്നതാണ്. ഗ്രാൻഡ് പേ കാണാനോ? ഏത് ഗ്രാൻഡ് പാ? നീയും ഹെൻറി തമ്മിൽ എന്താ ബന്ധം? ഫ്ലോറൻസ് അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോ ഡാലിയ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ സ്റ്റോപ്പ്. ഡസ്റ്റിന് ഗ്രാൻഡ് പേയുമായിട്ടുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, വെറുതെ എന്തിനാ തർക്കിക്കുന്നത്? ഡാലിയ നിക്കോൾസൺ ഇടപെട്ടപ്പോ ഫ്ലോറൻസ് ഒന്ന് ശാന്തിയായി. ഈ സമയത്ത് ഡസ്റ്റിൻ നടന്ന് ഹെൻറിയുടെ അടുത്തെത്തി. ഹെൻറിയുടെ അടുത്തെത്തിയ ഡസ്റ്റിൻ ഹെൻറിയുടെ ഇടത് കൈ ഒന്ന് എടുത്തു. ആ കൈ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയ ഡസ്റ്റിൻ തുടർന്ന് വലത് കൈ എടുത്തു. വലത് കൈയിൽ ഒന്ന് പ്രസ് ചെയ്തു. ഡസ്റ്റിൻ ഹെൻറിയുടെ കണ്ണുകൾ പിടിച്ചു നോക്കുകയാണ്. ഈ കാഴ്ച ഫ്ലോറൻസും ഡാലിയ നിക്കോൾസണും അവരുടെ കുടുംബത്തിലെ മറ്റാളുകളൊക്കെ കാണുന്നുണ്ട്. നിക്കോൾസൺ കുടുംബവുമായി ബന്ധപ്പെട്ട പലരും ആ മുറിയിലുണ്ട്. അവരൊക്കെ ആ കാഴ്ച കണ്ടു. ഡസ്റ്റിൻ റിയാസ് ഹെൻറി നിക്കോൾസന്റെ കണ്ണു പിടിച്ചു നോക്കുന്നു, കൈ പിടിച്ചു നോക്കുന്നു, നെറ്റിയിലേക്ക് നോക്കുന്നു. ഈ കാഴ്ച കണ്ട ഫ്ലോറൻസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ എന്തായി ചെയ്യുന്നേ? ഫ്ലോറൻസിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. ഡസ്റ്റിൻ, ചൂടുവെള്ളോ? അതെ, കുറച്ച് ചൂടുവെള്ളം വേണം. ഡാലിയ, ഗ്രാൻഡ്പയ്ക്ക് ഫ്ലൈമിംഗ് ഫ്രോസ്റ്റ് പോയിസൺ എന്ന അസുഖമാണ്. ഡസ്റ്റിൻ എന്തായി പറയുന്നത്? ഡസ്റ്റിൻ റിയാസിന്റെ ആ വാക്കുകൾ സ്വാഭാവികമായി ഒരു അമ്പരപ്പ് ഡാലിയ നിക്കോൾസണിലും അതുപോലെ ആ മുറി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഡസ്റ്റിൻ ഡാലിക്കൊപ്പം താമസിക്കുന്ന ആളാണ്. ഡസ്റ്റിന് ആളുകളെ ചികിത്സിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അവർക്കാർക്കും അറിവുള്ളതുമല്ല. ഡസ്റ്റിന് ഇപ്പോ ഗ്രാൻഡ്പയ്ക്ക് ഫ്ലൈമിംഗ് ഫ്രോസ്റ്റ് പോയിസൺ എന്ന് പറയുന്ന അസുഖമാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും അവരെ അന്തം വിട്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല ഡസ്റ്റിൻ ഇതെങ്ങനെ പറഞ്ഞു എന്ന്. ഡസ്റ്റിൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതെ അവിടെ നിന്ന് കേട്ട എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാതെ ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറയുമ്പോൾ ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഗ്രാൻഡ്പയുടെ പുറത്ത് നല്ല തണുപ്പും അകത്ത് നല്ല ചൂടുമാണ്. ഇതിനെയാണ് ഫ്ലൈമിംഗ് ഫ്രോസ്റ്റ് പോയിസൺ എന്ന് പറയുന്നത്. ഡസ്റ്റിൻ ആ വാക്ക് പറഞ്ഞു നിർത്തിയതും ആ മുറിയിലേക്ക് 2 ആളുകൾ കടന്നു വന്നത് മാറ്റ് ലാനിയും ഒരു പൊക്കമുള്ള ചെറുപ്പക്കാരനുമാണ്. അയാളൊരു ഡോക്ടറാണ്. അകത്തേക്ക് വന്ന ആ ആഗതനെ ചൂണ്ടി മാറ്റ് ലാനി ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഇതാണ് റോബർട്ട്. ഇദ്ദേഹം ഡോക്ടർ റുവാൻ ക്രോസിന്റെ ശിഷ്യനാണ്. സകലരും അറിയുന്ന ഡോക്ടറാണ് ഡോക്ടർ റുവാൻ ക്രോസ്. റുവാൻ ക്രോസിന്റെ ശിഷ്യൻ അവിടേക്ക് വന്നു എന്ന് കേട്ടപ്പോ ഫ്ലോറൻസിനും ആ മുറിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. റുവാൻ ക്രോസിന്റെ ശിഷ്യൻ വന്ന സ്ഥിതിക്ക് ഇനി ഹെൻറിയെ ചികിത്സിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹെൻറിയുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ പറ്റും. ഡോക്ടർ റുവാൻ ക്രോസിന്റെ ശിഷ്യനെ കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണെന്നൊക്കെ ശരി ആ മുറിയിലെ ആളുകളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോ ഡോക്ടർ റോബർട്ടിന് ശരിക്കും ഒന്ന് സുഖിച്ചു. അയാൾ ഒന്ന് ചിരിച്ചിട്ട് ഹെൻറിയുടെ അടുത്തേക്ക് വന്നു. ഹെൻറിയുടെ പൾസൊക്കെ പിടിച്ചു നോക്കി, ഹെൻറിയുടെ കണ്ണൊക്കെ നോക്കി, ഹെൻറിയെ ഒന്ന് നോക്കിയതിനു ശേഷം ഡോക്ടർ റോബർട്ട് മാറ്റിനോടായി പറഞ്ഞു, മിസ്റ്റർ ലാനി, നിങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇദ്ദേഹത്തിന് ഹവാസ്കയാണ്. ഇത് എളുപ്പം ചികിത്സിക്കാം. ഏയ് ഡോക്ടർ, നിങ്ങൾക്ക് ഉറപ്പാണോ അത് ഹവാസ്കയാണെന്ന്? ചോദ്യം കേട്ട ദിക്കിലേക്ക് റോബർട്ട് തിരിയുമ്പോൾ അവിടെ ഡ്രസ് നിൽക്കുകയാണ്. മിസ്റ്റർ, നിങ്ങൾ എന്താ ചോദിച്ചേ? അല്ല ഡോക്ടർ, രോഗിക്ക് ഹവാസ്കയാണെന്ന് പറഞ്ഞു. എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന് ഹവാസ്ക അല്ലാന്ന്. ഏയ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ എന്റെ അനുഭവ പരിജ്ഞാനത്തെ, എന്റെ അറിവിനെയാണോ ചോദ്യം ചെയ്യുന്നത്? നിങ്ങളെ ആരാ? എന്താ നിങ്ങളുടെ പ്രൊഫഷൻ? നിങ്ങൾ ഡോക്ടറാണോ? തുരുതുരാ ചോദ്യങ്ങൾ ഡോക്ടർ റോബർട്ടിന്റെ ഭാഗത്ത് നിന്ന് വന്നതും ഡാലിയ റോബർട്ടിനോട് പറഞ്ഞു, ഡോക്ടർ, അത് കാര്യമാക്കട്ടെ, നിങ്ങൾ ചികിത്സിച്ചോളൂ.
ഡാലിയ ഡസ്റ്റിനെ പൂർണ്ണമായും കട്ട് ചെയ്തുകൊണ്ടാണ് റോബർട്ടിനോട് അങ്ങനെ പറഞ്ഞത്. കേൾക്കേണ്ട താമസം റോബർട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി. ഈ മരുന്നുകളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. ആ പ്രിസ്ക്രിപ്ഷൻ കയ്യിലേക്ക് വാങ്ങിച്ച ഫ്ലോറൻസ് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മരുന്നുകൾ കളക്ട് ചെയ്യാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ ഫ്ലോറൻസ് കുറച്ച് മരുന്നുകളുമായി മുറിയിലേക്ക് വന്നു. ആ മരുന്നുകൾ കയ്യിലേക്ക് വാങ്ങിച്ച റോബർട്ട് ആ മരുന്നുകൾ ഒരു പ്രത്യേക കോമ്പിനേഷൻ കലർത്തുകയാണ്. അത് കണ്ടതും ഡസ്റ്റിൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യം ചെയ്യരുത്. മിസ്റ്റർ, നിങ്ങൾ അതിരി കടക്കുകയാണ്. ഞാൻ ഡോക്ടർ റുവാൻ ക്രോസിന്റെ ശിഷ്യനാണ്. റോബർട്ട് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഡോക്ടർ റോബർട്ടിനോട് പറഞ്ഞു, എനിക്ക് അതാ സംശയം. ഡോക്ടർ റുവാൻ ക്രോസിന് എങ്ങനെയാ അബദ്ധം പറ്റിയെന്ന ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരാളെ എങ്ങനെയാ റുവാൻ ക്രോസ് ശിഷ്യനാക്കിയത്? ഡസ്റ്റിൻ റിയാസിന്റെ ആ വാക്കുകൾ ആ മുറിയിൽ വല്ലാത്തൊരു പ്രകമ്പനം ഉണ്ടാക്കുകയാണ്. ഡോക്ടർ റുവാൻ ക്രോസിന്റെ പ്രശസ്ത ശിഷ്യനാണ് അവിടെ എത്തിയിരിക്കുന്ന റോബർട്ട് ലീസ്റ്റർ. റോബർട്ട് ലീസ്റ്റർ എന്ന ഡോക്ടറെ മാറ്റ് ലാനിയാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. മാറ്റ് ലാനിയെ കൂടി അപമാനിക്കുന്ന ശൈലിയിൽ ഡസ്റ്റിൻ റിയാസ് ആ കമന്റ് പറഞ്ഞപ്പോ റോബർട്ട് മാറ്റ് ലാനിയുടെ നേരെ തിരിഞ്ഞു. മിസ്റ്റർ മാറ്റ്, നിങ്ങൾ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നെ ഇങ്ങനെ അപമാനിക്കാനാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ കരുതിയില്ല. ഡോക്ടർ റോബർട്ട് ലീസ്റ്ററുടെ ആ വാക്കുകൾ ഫ്ലോറൻസിനെ ശരിക്കും അങ്ങ് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. ദേഷ്യം കൊണ്ട് ചുമന്നുപോയ ഫ്ലോറൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇനി നീ ഇവിടെ നിൽക്കരുത്. ഡസ്റ്റിൻ, ഗോ ഔട്ട്. ഫ്ലോറൻസ് അങ്ങനെ പൊട്ടിത്തെറിച്ചതും ഡസ്റ്റിൻ ഡാലിയെ നോക്കിയതും ഡാലിയും ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് പുറത്തേക്ക് പോകും. ഡാലിയ ഒന്ന് നോക്കിയതിനു ശേഷം ഡസ്റ്റിൻ ആ മുറിയുടെ പുറത്തേക്ക് നടന്നു. മുറിയുടെ പുറത്തേക്ക് നടന്ന ഡസ്റ്റിൻ ആ വരാതെ കൂടി അങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ്. ഡസ്റ്റിൻ പുറത്തേക്ക് പോയി കഴിഞ്ഞതും ഫ്ലോറൻസ് ഡോക്ടർ റോബർട്ടിനോട് പറഞ്ഞു, റോബർട്ട്, ക്ഷമിക്കണം, ഞങ്ങളുമായി ബന്ധമില്ലാത്ത ഒരാളാണ് ഈ അഭിപ്രായമൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, അത് വിട്ടേക്ക്. ആശുപത്രി ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിലത് സംഭവിക്കും. റോബർട്ട് നടന്ന കാര്യം ഒരു വലിയ വിഷയമല്ല എന്ന ശൈലിയിൽ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും ആ മുറിയിൽ ഒരു സന്തോഷം ഉണ്ടായി. റോബർട്ട് ഉടൻ തന്നെ ആ മരുന്നുകൾ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ കലർത്തി ആ മരുന്നുകൾ ഒന്നൊന്നായി ഹെൻറിക്ക് കൊടുത്തു തുടങ്ങി. ഒരു 7-8 ഗുളികകളും ഒരു സിറപ്പും അതിനൊപ്പം ചില ഇഞ്ചക്ഷനും ഒക്കെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് റോബർട്ടിന്റെ ചികിത്സ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റോളം നീണ്ടുനിന്ന ആ ചികിത്സ കഴിഞ്ഞതും റോബർട്ട് അവരോട് പറഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഹെൻറി നിക്കോൾസൺ ബോധമില്ലാതെ കിടന്നു തുടങ്ങിയിട്ട് കുറെ നേരമായി. ഹെൻറി നിക്കോൾസൺ മരണത്തിലേക്ക് അടുത്തു എന്ന് ഫ്ലോറൻസ് ഉൾപ്പെടെ എല്ലാവരും കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാറ്റ് ലാനി റോബർട്ട് ലീസ്റ്ററെ അവിടെ കൊണ്ടുവന്നത്. ആ റോബർട്ട് ലീസ്റ്റർ ഇതാ അവരോട് പറയുന്നു, 5 മിനിറ്റ് കഴിയുമ്പോൾ ഫലം ഉണ്ടാകും. സകല ആളുകളും നിശബ്ദരായി ആകാംക്ഷയോടുകൂടി ആ കിടക്കയിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം പതുക്കെ ഇഴഞ്ഞു നീങ്ങുകയാണ്. സകലിന്റെ കണ്ണുകൾ ഹെൻറിയിലാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ആയി കാണും. ഡാലിയാണ് അത് കണ്ടത്. ഹെൻറിയുടെ വിരലുകൾ അനങ്ങുന്നത് അവൾ കണ്ടു. ഗ്രാൻഡ്പാ! അത് കേട്ടതും അവൾ അറിയാതെ വിളിച്ചു, ഗ്രാൻഡ്പാ! ഡാലിയുടെ ശബ്ദം കേട്ട് സകലരും ഡാലിയും ഹെൻറിയും നോക്കുമ്പോൾ ഹെൻറിയുടെ മുഖത്തേക്ക് പതുക്കെ രക്തം ഇരച്ചു വരുന്നത് അവർക്ക് കാണാം. ഹെൻറിയുടെ മുഖത്തുണ്ടായിരുന്ന ആ വിളർച്ച മാറി പതുക്കെ രക്തം ആ മുഖം മുഴുവനായി. ഒരു ശോഭ ഹെൻറിയുടെ മുഖത്തേക്ക് വരികയാണ്. ഹെൻറിയുടെ കൈകൾക്കൊക്കെ ഒരു അനക്കം വന്നു തുടങ്ങി. കാലുകൾക്ക് പതുക്കെ ഉണ്ടായ മാറ്റങ്ങൾ സാവധാനം വേഗത കൂടി തുടങ്ങി. ഹെൻറിക്ക് നല്ല മാറ്റമായി. ഹെൻറി ഒന്ന് ചുമക്കുകയും ചെയ്തു. എത്രയോ നേരത്തിന് ശേഷമാണ് ഹെൻറി നിക്കോൾസിന്റെ ഭാഗത്തുനിന്ന് ആശാവഹമായ ഒരു മാറ്റം ഉണ്ടാകുന്നത്. മരിച്ചു എന്ന് കരുതിയ രോഗി ഇതാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അത് കണ്ടതും സകലരും റോബർട്ട് നേരെ തിരിഞ്ഞു. ഡോക്ടർ, നിങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഗ്രാൻഡ്പയെ രക്ഷിക്കാൻ നിങ്ങളില്ലായിരുന്നെങ്കിൽ പറ്റുമായിരുന്നില്ല. ഡാലിയ അവളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ഹേയ്, നിങ്ങൾ നന്ദി പറയേണ്ടത് എന്നോടല്ല, മാറ്റ് ലാനിയോടാണ്. മാറ്റ് ലാനി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. മാറ്റ് ലാനി പെട്ടെന്ന് ആ മുറിയിലെ ഒരു താരമായി. റോബർട്ട് ലീസ്റ്ററെയും മാറ്റ് ലാനിയെയും ആ ടീം ഒന്നടങ്കം ഇങ്ങനെ പൂഴ്ത്തി തുടങ്ങുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഹെൻറി ഒന്ന് വിറച്ചു. എല്ലാവരും ഹെൻറിയെ നോക്കി നിൽക്കുകയാണ്. ഹെൻറിയുടെ മുഖത്തൊരു ആശ്വാസം ഉണ്ടായി. കൈകാലുകളൊക്കെ ചലിപ്പിച്ചു തുടങ്ങി. ഹെൻറിയുടെ കണ്ണുകൾ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വാ അനങ്ങി തുടങ്ങി എന്നുവരെ അവർ കരുതിയ ആ സമയത്താണ് ഹെൻറി ഒന്ന് വിറച്ചത്. ശരിക്കും ശക്തമായൊരു വിറയൽ ഹെൻറിയുടെ ശരീരത്തിലുണ്ടായി. ശരിക്കും നന്നായി വിറച്ച ഹെൻറിയുടെ വായിന്ന് പെട്ടെന്ന് കുറെ രക്തം പുറത്തേക്ക് വന്നു. ചിരിച്ചു കളിച്ച് നിൽക്കുകയായിരുന്ന ആ ആൾക്കൂട്ടം വല്ലാത്ത അമ്പരപ്പോടുകൂടി ഹെൻറി നോക്കുമ്പോൾ ഡോക്ടർ റോബർട്ട് ഓടി അടുത്തെത്തി. അയാൾ ഹെൻറിയുടെ കൈ പിടിച്ചു നോക്കി. ശരിക്കും റോബർട്ടിന്റെ മുഖം വിളറുന്നത് മാറ്റ് ലാനി കണ്ടു. എന്താ ഡോക്ടർ? ഏയ് മാറ്റ്, മിസ്റ്റർ ഹെൻറി അപകടാവസ്ഥയിലാണ്. ഇനി അധിക സമയം ഹെൻറിക്ക് ഉണ്ടാവില്ല. ഡോക്ടർ എന്തായി പറയുന്നേ? ഡോക്ടറല്ലേ ഇപ്പൊ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന്. അതെ, അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇപ്പോ ഇദ്ദേഹത്തിന്റെ അവസ്ഥ ശരിക്കും മോശമാണ്.
ഫ്ലോറൻസും ഡാലിയും ആ മുറിയിലുള്ള മുഴുവൻ ആളുകളും മാറ്റ് ലാനി ഉൾപ്പെടെയുള്ള ആളുകൾ റോബർട്ട് ലീസ്റ്റർ പറഞ്ഞ വാചകം കേട്ട് ഒന്നും പറയാനാകാതെ സ്തംഭിച്ചങ്ങനെ നിൽക്കുമ്പോൾ അകത്തേക്ക് ഡസ്റ്റിൻ കടന്നു വന്നു. സകല ആളുകൾ സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. ഡസ്റ്റിൻ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നു വന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഡസ്റ്റിനെ കണ്ടില്ല എന്ന് പറയാം. ബെഡിനടുത്തേക്ക് വന്ന ഡസ്റ്റിൻ ഡോക്ടറെ പിടിച്ചു മാറ്റിയിട്ട് കയ്യിലിരുന്ന സിറിഞ്ച് ഹെൻറി നിക്കോൾസിന്റെ നെഞ്ചിന് തൊട്ട് താഴെയായിട്ട് കുത്തിയിറക്കി. ഒരു സിൽവർ നീഡിലാണ്. നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ സിൽവർ നീഡിൽ നിന്ന് കൃത്യം ഒരു സെന്റിമീറ്റർ താഴേക്കും മുകളിലേക്കും ഓരോ നീഡിൽ കൂടി ഡസ്റ്റിൻ കുത്തിയിറക്കി. സ്തംഭിച്ചു നിൽക്കുന്ന ആൾക്കൂട്ടം ഇപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഹെൻറിയുടെ കിടക്കക്കരികെ ഡസ്റ്റിനുണ്ട്. ഡസ്റ്റിൻ നെഞ്ചിലേക്ക് സൂചികൾ കുത്തിയിറക്കുകയാണ്. ഡസ്റ്റിൻ റിയാസിന് ആളുകളെ ചികിത്സിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അവർക്കാർക്കും അറിവുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഹെൻറിയുടെ നെഞ്ചിലേക്ക് ഡസ്റ്റിൻ ആ സൂചികൾ കുത്തിയിറക്കുന്നത് കണ്ട ഡാലി നിക്കോൾസൺ വളരെ അമ്പരപ്പോടുകൂടി ഡസ്റ്റിനെ നോക്കുകയാണ്. ഡസ്റ്റിൻ എന്തായി ചെയ്യുന്നേ? ഡസ്റ്റിൻ ആ ചോദ്യത്തിന് മറുപടി പറയാതെ മേശപ്പുറത്തിരുന്ന ഫ്ലാസ്ക് എടുത്ത് അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ആ ചൂടുവെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഡസ്റ്റിൻ അവന്റെ പോക്കറ്റ് കൈയിട്ട് ഒരു ഡപ്പി പുറത്തെടുത്തു. ഒരു ഗുളിക ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഡസ്റ്റിൻ ഡപ്പി വീണ്ടും കോട്ടിനകത്തേക്ക് ഇട്ടു. ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് ഡോക്ടർ റോബർട്ട് ലീസ്റ്റർ. റോബർട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഇയാൾ എന്താ ചെയ്യുന്നേ? രോഗിയെ കൊല്ലാൻ പോവുകയാണോ? അത് കേട്ടതും ഡസ്റ്റിൻ തിരിഞ്ഞ് റോബർട്ടിനോട് ചോദിച്ചു, ഏയ് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുമോ? ഡസ്റ്റിൻ റിയാസിന്റെ ചോദ്യം ശരിക്കും ഡയറക്റ്റ് ആണ്. ആ ചോദ്യം കേട്ടതും റോബർട്ട് ലീസ്റ്റർ ഒന്ന് പരിങ്ങി. അത് പിന്നെ പറ്റില്ലെങ്കിൽ മിണ്ടരുത്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ റിയാസ് ആ ഗുളിക ഇട്ട വെള്ളം ഹെൻറിയുടെ വാ തുറന്ന് വാക്കകത്തേക്ക് ഒഴിച്ചു. വാക്കകത്തേക്ക് വെള്ളം ഒഴിച്ച് ഡസ്റ്റിൻ വാ അടച്ചു പിടിച്ചിരിക്കുകയാണ്. ഡസ്റ്റിൻ ഏതാണ്ട് ഒരു ഭ്രാന്ത് വന്നതുപോലെയാണ് പെരുമാറുന്നത്. ഡാലി നിക്കോൾസിനും ഫ്ലോറൻസിനും ഒക്കെ അത് അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടോ ഡസ്റ്റിനെ തടയാൻ ഡാലിക്കോ ഫ്ലോറൻസിനോ തോന്നുന്നില്ല. ഒരു ഭയം അവർക്ക് ഡസ്റ്റിന്റെ ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നിശബ്ദരായി നിൽക്കുന്നത്. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡസ്റ്റിൻ ഹെൻറിയുടെ വായിൽ നിന്ന് കൈയെടുത്തു. അത് കേട്ടതും റോബർട്ട് ലീസ്റ്റർ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് നീ എന്താ ചെയ്തേ? എന്താ രോഗി കൊടുത്തത്? റോബർട്ട് ലീസ്റ്ററുടെ ആ ചോദ്യത്തിന് ഡസ്റ്റിന്റെ വക ഒരു മറുപടി ഉണ്ടായി. അത് കൈകൊണ്ടാണ്. ഡസ്റ്റിൻ കൈ നിവർത്തി ഒരൊറ്റയാടി. റോബർട്ട് ലീസ്റ്റർ എന്ന ആ ഡോക്ടർ അടിയേറ്റ് കറങ്ങി താഴെ വീണു. ശരിക്കും ആ മുറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ട് തറയിൽ കിടക്കുന്ന ഡോക്ടറെയും ഹെൻറിയുടെ അടുത്ത് നിൽക്കുന്ന ഡസ്റ്റിനെയും മാറി മാറി നോക്കുകയാണ്. അവർക്കോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡസ്റ്റിൻ റിയാസ് അവിടേക്ക് ക്ഷണിച്ച് വിളിക്കപ്പെട്ട ഡോക്ടറെ അങ്ങനെ തല്ലുമെന്ന് അവരെങ്ങനെ കരുതുക, അല്ലെങ്കിൽ എങ്ങനെ ചിന്തിക്കുക? ദേഷ്യം വന്ന ഫ്ലോറൻസ് ഡസ്റ്റിനെ പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഡാലിയുടെ കണ്ണുകൾ ഹെൻറിയിലേക്ക് തിരിഞ്ഞത്. ഹെൻറിയുടെ മുഖത്തേക്ക് നോക്കിയ ഡാലിയ നിക്കോൾസൺ അമ്പരപ്പോടെ ഉറക്കെ വിളിച്ചു പോവുകയാണ്, ഗ്രാൻഡ്പാ! അവൾ അങ്ങനെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഈ നിമിഷത്തിൽ ഹെൻറിയുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. ഹെൻറിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ശരിക്കും ഒരു സാധാരണ മനുഷ്യൻ കിടക്കും പോലെ ഹെൻറി അവിടെ കിടക്കുകയാണ്. ഡാലിയുടെ വിളി കേട്ടതും ഹെൻറി പറഞ്ഞു, മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹെൻറി അങ്ങനെ സംസാരിക്കുന്നതാണ് ആ മുറിയിലുണ്ടായിരുന്ന ബാക്കി ആളിലൊക്കെ കേട്ടത്. തറയിൽ വീണ് കിടക്കുന്ന റോബർട്ട് ലീസ്റ്ററെ പിടിച്ച് എണീപ്പിക്കാൻ ശ്രമിച്ച മാറ്റ് ലാനിയും ആ വാക്കുകൾ കേട്ടു. മരണത്തിന് തൊട്ടടുത്തെത്തി എന്ന് റോബർട്ട് ലീസ്റ്റർ എന്ന ആ ഡോക്ടർ പറഞ്ഞ ഹെൻറി നിക്കോൾസൺ ഇതാ സംസാരിക്കുന്നു. ആ മുറിയിൽ ഇപ്പൊ ശരിക്കും ഞെട്ടിയിരിക്കുന്നത് സാക്ഷാൽ റോബർട്ട് ലീസ്റ്റർ ആണ്. അയാൾ അമ്പരപ്പോടുകൂടി തറയുന്ന എണീറ്റ് ഓടി ഹെൻറിയുടെ അടുത്ത് വന്നു. അയാൾ ഹെൻറി പിടിച്ചു നോക്കിയാണ്. റോബർട്ട് ലീസ്റ്റർ ആരാണെന്ന് ഹെൻറിക്ക് മനസ്സിലായില്ല. റോബർട്ട് ലീസ്റ്റർ അടുത്തേക്കുന്ന ഡാലിയോട് ചോദിച്ചു, ഇതാരാണ്? ഗ്രാൻഡ്പാ, ഇത് ഡോക്ടറാണ്. ഓ, ഡോക്ടറാണല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെൻറി സാവധാനം കാലുകൾ നീട്ടി ആ ബെഡിലോട്ട് ചാരിയിരുന്നു. ഹെൻറിയുടെ കൈയും കാലും ഒക്കെ ഹെൻറിക്ക് അനക്കാൻ പറ്റുന്നുണ്ട്. വല്ലാത്തൊരു അമ്പരപ്പ് ആ മുറിയിൽ മുഴുവൻ പേർക്കും ഉണ്ട്. സകലരുടെയും കണ്ണുകൾ ഇപ്പോ ഡസ്റ്റിൻ റിയാസിലാണ്. എല്ലാവരും ഡസ്റ്റിൻ റിയാസിൽ തന്നെ നോക്കുന്നത് ഹെൻറി നിക്കോൾസണും കണ്ടു. ഹെൻറി കൗതുകപൂർവ്വം ഡസ്റ്റിൻ നോക്കുമ്പോൾ ഡാലിയ ഹെൻറിയോട് പറഞ്ഞു, ഗ്രാൻഡ്പാ, ഡസ്റ്റിനാണ് ഗ്രാൻഡ്പ രക്ഷിച്ചത്. ഇപ്പോഴും അമ്പരപ്പ് വിട്ടുമാറാത്ത റോബർട്ട് ലീസ്റ്റർ പെട്ടെന്ന് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് നീ എന്ത് ഗുളിയ ഇദ്ദേഹത്തിന് കൊടുത്തത്? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ഏയ് എന്ത് ഗുളിയ കൊടുത്തത്? അതാ ഹെക്സാനവിർ. ഹെക്സാനവിറോ? അതെ, ഹെക്സാനവിർ. ഡോക്ടർ ക്രോസ് ഉണ്ടാക്കിയ ഹെക്സാനവിർ. അതെ, ഹെക്സാനവിർ. ഏയ് ഡസ്റ്റിൻ, നിങ്ങൾക്ക് എവിടെ നിന്ന് ആ മരുന്ന് കിട്ടി? നിങ്ങൾ ഇത് മോഷ്ടിച്ചതല്ലേ? ഹെൻറിയെ രക്ഷിച്ച് നായകനായി നിൽക്കുന്ന
ഡസ്റ്റിൻ റിയാസിനോടായി റോബർട്ട് ചോദിക്കുകയാണ്, ഡസ്റ്റിൻ ആ ടാബ്ലറ്റ് മോഷ്ടിച്ചതല്ലേ എന്ന്. ഡോക്ടർ റോബർട്ട് ലിസ്റ്റർ അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ ഒന്നുകൂടി കൈ ഒന്ന് നിവർത്തി, ഒന്ന് വീശി. അടിയേറ്റ് വീണ്ടും റോബർട്ട് ലിസ്റ്റർ താഴെ വീണു. ഈ സമയത്ത് പെട്ടെന്ന് വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. തറയിൽ വീണ റോബർട്ട് ലിസ്റ്റർ ചാടി എണീറ്റ് കടന്നു വന്ന ആളോട് ഉറക്കെ പറഞ്ഞു, ഡോക്ടർ ക്രൂസ് അങ്ങനെ ഇവിടെ എത്തിയ? ഡോക്ടർ റൂവാൻ ക്രൂസ് ആണ് അങ്ങോട്ട് കടന്നു വന്നതെന്ന് കേട്ടതും ആ മുറിയിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും അമ്പരപ്പോടുകൂടി വാതിൽക്കിലേക്ക് നോക്കുകയാണ്. ഡോക്ടർ റൂവാൻ ക്രൂസ് ഒരു പേരാണ്, സകലരും അറിയുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ സകലരും അറിയുന്ന ഒന്നാണ്. എല്ലാവരും ആദരവോടുകൂടി മാത്രമേ ആ പേര് പറയാറുള്ളൂ. ആ റൂവാൻ ക്രൂസ് ആണ് ആ മുറിയിലേക്ക് വന്നിരിക്കുന്നത്. റോബർട്ട് ലീസ്റ്ററുടെ ചോദ്യം കേട്ടതും റൂവാൻ റോബർട്ട് ലീസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. നീ ഇവിടെ എന്തോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു, അത് നോക്കാനാണ് ഞാൻ വന്നത്. റോബർട്ട് ലീസ്റ്റർ റൂവാൻ ക്രൂസിന്റെ ശിഷ്യനാണ്. ആ ശിഷ്യൻ ഒരു രോഗിയെ തെറ്റായ ശൈലിയിൽ ചികിത്സിക്കുന്നു എന്ന് പരാതി കിട്ടിയപ്പോൾ ആ ഹോസ്പിറ്റലിന് അടുത്തുണ്ടായിരുന്ന റൂവാൻ ക്രൂസ് അങ്ങോട്ട് കയറി വന്നതാണ്. അതാണ് സംഭവത്തിന്റെ പശ്ചാത്തലം. റൂവാൻ ക്രൂസ് അങ്ങനെ പറഞ്ഞപ്പോ റോബർട്ട് ഒന്ന് പരിങ്ങി. പക്ഷെ ഒരു നിമിഷം കഴിഞ്ഞപ്പോ റോബർട്ട് ലിസ്റ്റർ റൂവാൻ ക്രൂസിനോട് പറഞ്ഞു, സാർ അങ്ങനെ മരുന്ന് കളഞ്ഞു പോയില്ലേ? എന്തു മരുന്ന്? സാർ ഹെക്സനവറിന്റെ ഒരു ബോട്ടിൽ അങ്ങനെ കളഞ്ഞു പോയില്ലേ? സാർ ആ മരുന്ന് ആ ചെറുപ്പക്കാരന്റെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് റോബർട്ട് ലിസ്റ്റർ ഡസ്റ്റിന് നേരെ വിരൽ ചൂണ്ടി. ഡാലിയൻ നിക്കോൾസിന്റെ പുറകിലായി ചുവരിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോ ഡസ്റ്റിൻ റിയാസ്. ഡസ്റ്റിൻ റിയാസിനെ കണ്ടതും റൂവാൻ ക്രൂസിന്റെ മുഖത്ത് ഒരു വല്ലാത്ത അമ്പരപ്പ് ഒരുങ്ങുകയാണ്. ശരിക്കും അതിശയത്തോടു കൂടി റൂവാൻ ക്രൂസ് ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡോക്ടർ റോബർട്ട് ലിസ്റ്റർ വീണ്ടും പറഞ്ഞു, സാർ ഇവനാണ് മോഷ്ടിച്ചത്, സാർ ഇവൻ കള്ളനാണ് സാർ. റോബർട്ട് ലിസ്റ്റർ അങ്ങനെ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. ആ നിമിഷത്തിൽ തന്നെ റോബർട്ട് ലിസ്റ്ററുടെ കവിൾ ഒന്ന് തൊടുത്തു. സാക്ഷാൽ റൂവാൻ ക്രൂസിന്റെ കൈ അയാളുടെ കവിളിൽ പതിഞ്ഞതാണ്. അടിയേറ്റ് റോബർട്ട് ലിസ്റ്റർ താഴേക്ക് വീണു. ഇന്ന് മൂന്നാമത്തെ തവണയാണ് അയാൾ അടി വാങ്ങുന്നത്. തറയിലേക്ക് വീണ റോബർട്ട് ലിസ്റ്റർ പെട്ടെന്ന് ചാടി എണീറ്റ് റൂവാൻ ക്രൂസിനോട് ചോദിച്ചു, സാർ അങ്ങെന്തിനാ എന്നെ അടിച്ചേ? ആ ചോദ്യം പൂർത്തീകരിക്കും മുമ്പ് റൂവാൻ ക്രൂസ് പിന്നെയും അടിച്ചു. തലങ്ങ് വിലങ്ങും അടിക്കുകയാണ്, തുടർച്ചയായി അടിക്കുകയാണ്. അടിയേറ്റ് റോബർട്ട് ലിസ്റ്ററുടെ മുഖത്ത് നിന്ന് ചോര ഇങ്ങനെ വാർന്നൊലിച്ചു തുടങ്ങി. അവന്റെ വായുടെ ഇരു കോണിലൂടെയും ചോര ഒലിക്കുകയാണ്. നിന്നെ ശരിയായി പഠിപ്പിക്കാത്തത് എന്റെ കുറ്റമാണ്. നീ മാന്യനായ ഒരു വ്യക്തിയെ അപമാനിച്ചു അല്ലേ? അടിയേറ്റ് റോബർട്ട് ലിസ്റ്റർ ഏതാണ്ട് ഒരു പരിമമായപ്പോ റൂവാൻ ക്രൂസ് നടന്ന് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിന് അടുത്തേക്ക് റൂവാൻ ക്രൂസ് നടന്നു വരുമ്പോ ഡാലിയ ലേശ അമ്പരപ്പിലാണ് ആ കാഴ്ച കണ്ടത്. റൂവാൻ ക്രൂസ് ഡസ്റ്റിനെ ഉപദ്രവിക്കാൻ പോവുകയാണോ എന്നൊരു സംശയം ഡാലിക്കുണ്ട്. ഡാലിയെ അമ്പരപ്പിച്ചുകൊണ്ട് ഡസ്റ്റിൻ റിയാസിന്റെ മുന്നിലെത്തിയ റൂവാൻ ക്രൂസ് ഒന്ന് കുനിഞ്ഞു. റൂവാൻ ക്രൂസ് എന്തിനാ കുനിയുന്നതെന്ന് ഡാലിയ മനസ്സിലാലോചിക്കുമ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. റൂവാൻ ക്രൂസ് മുട്ടുകുത്തി ഡസ്റ്റിൻ റിയാസിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ലോകമറിയുന്ന പ്രശസ്തനായ ഡോക്ടർ റൂവാൻ ക്രൂസ് സാക്ഷാൽ ഡസ്റ്റിൻ റിയാസിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. പള്ളിയിൽ ആളുകൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും പോലെ ഡസ്റ്റിൻ റിയാസിന്റെ മുന്നിൽ സാക്ഷാൽ റൂവാൻ ക്രൂസ് മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ ആ മുറിയിലുള്ള മുഴുവൻ ആളുകളും ഡസ്റ്റിൻ റിയാസിലേക്കും റൂവാൻ ക്രൂസിലേക്കും മാറി മാറി നോക്കുകയാണ്. അവർക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സാക്ഷാൽ ഡാലിയൻ നിക്കോൾസിനാണ്. ഡാലിക്ക് കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൾ എന്തായി കാണുന്നത്? അവളുടെ ഹസ്ബൻഡ് ആയിരുന്ന ഡസ്റ്റിൻ റിയാസിന്റെ മുന്നിൽ ഇത് സാക്ഷാൽ റൂവാൻ ക്രൂസ് മുട്ടുകുത്തി നിൽക്കുന്നു. ക്ഷമിക്കണം, എന്റെ ശിഷ്യന് തെറ്റുപറ്റി പോയതാണ്, ക്ഷമിക്കണം. റൂവാൻ ക്രൂസ് അങ്ങനെ പറയുകൂടി ചെയ്തപ്പോ ഡസ്റ്റിൻ റിയാസ് റൂവാനോട് പറഞ്ഞു, മിസ്റ്റർ ക്രൂസ്, നിങ്ങൾ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഡസ്റ്റിൻ റിയാസിന്റെ വാക്കുകൾ ആ മുറിയിൽ ഉണ്ടാക്കിയ ഒരു ചലനം അല്ലെങ്കിൽ അത്ഭുതം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡോക്ടർ റൂവാൻ ക്രൂസിനോട് ഡസ്റ്റിൻ സംസാരിച്ചത് ശരിക്കും വിശ്വസിക്കാനാവാത്ത ഒരു ശൈലിയിലാണ്. മിസ്റ്റർ ക്രോസ് എന്ന് പറഞ്ഞാൽ സംഭവം ചെയ്തിരിക്കുന്നത് ശരിക്കും അടുത്ത് പരിചയമുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കും പോലെയാണ് ഡസ്റ്റിൻ റിയാസ് ഡോക്ടർ റൂവാൻ ക്രൂസിനോട് സംസാരിച്ചത്. റിയാസിന്റെ അഭിപ്രായം കേട്ടതും റൂവാൻ എണീറ്റു. അയാൾ ഡസ്റ്റിൻ റിയാസിനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഇനി ഈ അബദ്ധം പറ്റത്തില്ല, ഇവനെ ഞാൻ ശരിയാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് റൂവാൻ ക്രൂസ് തല കുനിച്ച് ഡസ്റ്റിനെ വണങ്ങിയിട്ട് പുറത്തേക്ക് നടക്കുകയാണ്. അല്പദൂരം നടന്നതിന് ശേഷം അയാൾ തിരിഞ്ഞ് ഡസ്റ്റിനോട് ചോദിച്ചു,
മിസ്റ്റർ യെസ്, ഇന്ന് ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ഡോക്ടർ റൂവൻ ക്രോസിനെ പോലുള്ള ഒരാള് ഡസൻ റിയാസിനെ ഭക്ഷണം കഴിക്കാനായി ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ആരായാലും മോഹിച്ചു പോകുന്ന ഒരു ഓഫറാണ് ഇതാ റുവൻ ക്രൂസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സകലരും കൗതുകത്തോടു കൂടി ഡസ്റ്റിന് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡസ്റ്റൻ റുവൻ ക്രൂസിനോട് പറഞ്ഞു, സോറി, എനിക്കത് സമയമില്ല, സമയമുള്ളപ്പോൾ നമുക്ക് ഒന്നിച്ചിരിക്കാം. ഓക്കെ, അത് മതി. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി റുവൻ ക്രൂസ് പുറത്തേക്കിറങ്ങി. ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായ റോബർട്ട് ലീസ്റ്ററുടെ കോളറി പിടിച്ചു വലിച്ചുകൊണ്ടാണ് റുവൻ ക്രൂസ് പുറത്തേക്കിറങ്ങിയത്. റോബർട്ട് ലീസ്റ്ററെ ആ മുറിയിൽ എത്തിച്ച മാറ്റ് ലാനിയും ഡസ്റ്റിനെയും ഹെൻറിയെയും ഒക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അവനിങ്ങനെ പല്ലിങ്ങനെ കടിച്ചു പിടിക്കുകയാണ്. ശരിക്കും വലിയൊരു ചാൻസ് തനിക്ക് കിട്ടിയെന്ന് മാറ്റ് ലാനി കരുതിയിരിക്കുമ്പോൾ അതിന് ഇതാ ഡസ്റ്റിൻ പൊളിച്ചിരിക്കുന്നത്. സകലരും അങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഹെൻറി നിക്കോൾസൺ എല്ലാവരോടായി പറഞ്ഞു, നിങ്ങളെല്ലാവരും മുറിക്ക് പുറത്തിറങ്ങി എനിക്ക് ഡസ്റ്റിനോടൊന്ന് സംസാരിക്കണം. ഹെൻറി നിക്കോൾസന്റെ വാക്കുകൾ കേട്ടതും സകലരും ആ മുറിയിൽ പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിൻ റിയാസും ഹെൻറി നിക്കോൾസൺ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം. പുറത്ത് അവരെത്തിയപ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയാണ്. ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, നിന്റെ ഗ്രാൻഡ് പ ആൾ ശരിയല്ല, അയാളുടെ ഗ്രാൻഡ് സണായ ജെയിംസിനോടല്ല ഇഷ്ടം, ആ ഡസ്റ്റിനോടാണ്. എനിക്ക് തോന്നുന്നു ഡസ്റ്റിന് അയാൾ സ്വത്തുവല്ല എഴുതി കൊടുക്കുന്നതാണ്. ഡാലി നിക്കോൾസനും അക്കാര്യം അറിയാം. ജെയിംസിനേക്കാൾ ഹെൻറി ഇഷ്ടപ്പെടുന്നത് ഡസ്റ്റിനെയാണെന്ന്. പക്ഷെ അതിന്റെ കാരണവും ഡാലിക്ക് അറിയാം. ഡാലിയ ആ കാരണം ഫ്ലോറൻസിനോട് പറഞ്ഞു. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ജെയിംസ് എപ്പോഴും വെള്ളം ഒടിച്ച് കിറുകി നടക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ഗ്രാൻഡ് പിക്ക് ജെയിംസിനേക്കാൾ ഡസ്റ്റിനോട് ഇഷ്ടം തോന്നുന്നത്. ഫ്ലോറൻസിനോട് ഡാലിയ പറഞ്ഞ കാര്യം കൂടെ നിൽക്കുന്ന ബന്ധുക്കൾക്കും അറിയാം. ജെയിംസ് അങ്ങനെയാണ്, എപ്പോഴും തല്ലുണ്ടാക്കുന്ന വെള്ളമൊടിച്ച് കറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. കുരുത്തക്കേടിന്റെ ഒരു പര്യായമെന്ന് വേണമെങ്കിൽ നമുക്ക് ജെയിംസിനെ വിളിക്കാം. ഡാലിയ അത് പറഞ്ഞപ്പോ ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഈ ഡാഡി എന്തിനായിരിക്കും ഡസ്റ്റിനെ അകത്ത് വിളിച്ചിരുത്തിയത്? അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുക? ഫ്ലോറൻസിന്റെ ചിന്ത അവിടെയാണ്. ഫ്ലോറൻസും ഡാലിയും കൂടുതലുള്ള ആളുകളും ഒക്കെ അകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാലിയുടെ സെക്രട്ടറി ലൈറ അങ്ങോട്ട് ഓടി വന്നു. ഓടി വരുന്നതിനിടയിൽ തന്നെ ലൈറ ഡാലിയോട് പറഞ്ഞു, മിസ് നിക്കോൾസൺ, പ്രശ്നമാണ്. എന്തു പ്രശ്നം? നിങ്ങളുടെ ബ്രദർ ജെയിംസ് ആകെ പ്രസിദ്ധപ്പെട്ടിരിക്കുകയാണ്. ജെയിംസ് പ്രസിദ്ധപ്പെടുന്നു, എന്ത് പ്രശ്നം? മിസ് നിക്കോൾസൺ, ജെയിംസ് ഒരു ബാറിൽ അടിയുണ്ടാക്കി, അവിടെ ജെയിംസിനെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെ കൊണ്ട് തോറ്റല്ലോ, സകല സ്ഥലത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ. ഡാലി അങ്ങനെ പറഞ്ഞതും ഫ്ലോറൻസ് പെട്ടെന്ന് ലീറയോട് പറഞ്ഞു, ആരാ എന്റെ മോനെ പിടിച്ചു വെച്ചത്? ആർക്കാനുള്ള ധൈര്യം? ജെയിംസ് ചെയ്യുന്ന എന്ത് തെറ്റും തെറ്റല്ല എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഫ്ലോറൻസ്. ജെയിംസ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് ജെയിംസിനെ പിടിച്ചു വെച്ചതെന്ന് ലൈറ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ഫ്ലോറൻസ് ആ പ്ലേറ്റ് അങ്ങ് മാറ്റുകയാണ്. ജെയിംസ് അല്ല പ്രശ്നക്കാരൻ, അവനെ പിടിച്ചു വെച്ചിരിക്കുന്നവരാണ് പ്രശ്നക്കാർ. ലൈറ ഫ്ലോറൻസോടായി പറഞ്ഞു, കോണ്ടിനെന്റൽ ബാറിലാണ്. അത് കേട്ടതും ഡാലി നിക്കോൾസൺ ലൈറയോട് പറഞ്ഞു, ഓക്കെ, നമ്മുടെ ആളുകളെയൊക്കെ അറിയിക്കുക. കോണ്ടിനെന്റൽ ബാറിൽ ഗുണ്ടകളുടെ ഒരു വൻ ടീമുണ്ട്. അവിടെ ചെന്ന് ജെയിംസിനെ രക്ഷിക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് ഒരുക്കാനാണ് ലൈറയോട് ഡാലിയ ആവശ്യപ്പെട്ടത്. ഡാലിയ ആവശ്യപ്പെട്ട അനുസരിച്ച് ലൈറ ഉടനെ ക്യൂൻ ഗ്രൂപ്പിലെ സെക്യൂരിറ്റി ഗാർഡുകളെ വിളിച്ചു. ഒരു വലിയ ടീമുമായി സെക്യൂരിറ്റിക്കാരോട് കോണ്ടിനെന്റിലേക്ക് വരാൻ ലൈറ നിർദ്ദേശം കൊടുക്കുമ്പോഴേക്കും ഡാലിയ നിക്കോൾസണും മാറ്റ് ലാനിയും ഫ്ലോറൻസും ഓടി കാറിനടുത്തെത്തി. അവർ അതിവേഗം കോണ്ടിനെന്റിലേക്ക് തിരിക്കുകയാണ്. ഈ സമയത്ത് ഹെൻറിയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഡസ്റ്റിൻ റിയാസിന് ഒരു ഫോൺ വന്നു. ഫോൺ വിളിക്കുന്നത് സാക്ഷാൽ ഡ്യൂവൻ വെൽഷാണ്. ഡസ്റ്റിൻ, നിങ്ങൾ ആവശ്യപ്പെട്ട പാനാക്സ് റൂട്ട് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്, ഇപ്പൊ വന്ന് തരാം. മിസ്റ്റർ ഡ്യൂവൻ, നിങ്ങൾ എവിടെയുള്ളത്? ഞാനിവിടെ കോണ്ടിനെന്റൽ ബാറിലുണ്ട്. ഓക്കെ, ഞാനിതാ എത്തി. ഹെൻറിയുടെ യാത്ര പറഞ്ഞ് ഡസ്റ്റിനും പുറത്തിറങ്ങിയ ഡസ്റ്റിൻ ഒരു ടാക്സി പിടിച്ച് കോണ്ടിനെന്റൽ ബാറിലേക്ക് തിരിച്ചു. ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോ ഡസ്റ്റിൻ റിയാസ് കോണ്ടിനെന്റൽ ബാറിന് സമീപമെത്തി. റോഡിൽ ടാക്സി നിർത്തി ടാക്സിക്കാരനെ വിട്ടതിന് ശേഷം ഡസ്റ്റിൻ റിയാസ് റോഡിൽ നിന്ന് ബാറിന് നേരെ നടന്നു വരികയാണ്. ബാറിന് നേരെ നടന്നു വരുന്ന ഡസ്റ്റിൻ ഒരു കാഴ്ച കണ്ടു. ഡാലിയ നിക്കോൾസൺ ബാറിനകത്തേക്ക് നടന്നു പോകുന്നതാണ് ഡസ്റ്റിൻ കണ്ടത്. ഇവളെന്തിനാ ബാറിൽ വന്നിരിക്കുന്നത്? ഡാലിയോടും ഫ്ലോറൻസിനോടൊക്കെ മുറിക്ക് പുറത്തിറങ്ങാൻ ഹെൻറി ആവശ്യപ്പെടുമ്പോ ഡസ്റ്റിൻ മുറിക്കകത്തുണ്ട്. ഡ്യൂവാൻ വെൽഷെ വിളിച്ചപ്പോ ഹെൻറിയോട് യാത്ര പറഞ്ഞ് മുറിന്ന് പുറത്തിറങ്ങിയ ഡസ്റ്റിൻ മുറിക്ക് പുറത്ത് ഡാലിയും ഫ്ലോറൻസിനെ കണ്ടിരുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഓർത്തതാണ്. പക്ഷെ അവിടെ അവരെ നോക്കാൻ ഡസ്റ്റിന് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഡസ്റ്റിൻ പുറത്തിറങ്ങി ടാക്സി പിടിച്ചെങ്കിൽ വന്നതാണ്.
അവിടെ കാണാതിരുന്ന ആളുകളെയൊക്കെ ഇതാ ഈ കോണ്ടിനെന്റൽ ബാറിൽ എത്തിയിരിക്കുന്നു. ഇവരെന്തിനാ വൈകുന്നേരം ആയപ്പോ നേരെ ബാറിലേക്ക് വന്നത്? ബാറിനകത്തേക്ക് കയറി പോകുന്ന ഡാലിയ നിക്കോൾസിനെയും ഫ്ലോറൻസിനെയും അതുകൊണ്ട് തന്നെ ലേശ കൗതുകത്തോടെയാണ് ഡസ്റ്റിൻ നോക്കിയത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഡസ്റ്റിൻ റിയാസിന്റെ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റുകൾ ചെയ്യണം.